Namaskaram guys, Nishanth Reghunath here and welcome to a new video from KYDU. ഈ ഒരു വീഡിയോന് വേണ്ടി എനിക്ക് കിട്ടിയേക്കുന്ന റിക്വസ്റ്റ് കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന റിക്വസ്റ്റ് ചില്ലറയല്ല. ഇന്നലെ വരെ സാറ്റർഡേ 20th November, ഇതിപ്പോൾ സമയം രാവിലെ 12:56 AM ആണ് സമയം. ഇപ്പോൾ ഇന്നലെ അത് 24th November ഫുൾ ഈവനിങ് വരെ എനിക്ക് ഈ പെർട്ടിക്കുലർ വീഡിയോ ചെയ്തു തരുമെന്ന് സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് വന്നിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ ആഫ്റ്റർ റീച്ചിങ് ഹോം വർക്ക് എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് സ്റ്റുഡൻസ് തന്നെ അയച്ചു തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ സ്റ്റുഡൻസ് അയച്ചു തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് 16 കിട്ടി, 22 രണ്ടാമത് വന്നത്. അപ്പോൾ 22 റിക്വസ്റ്റ് ചെയ്ത് മേടിച്ച് ഞാൻ ഇതിൻ്റെ ആൻസേഴ്സിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സോ ഇന്ന് രാത്രി, നാളെ സാറ്റർഡേ ആണല്ലോ, അത് ഇന്ന് സാറ്റർഡേ ആണല്ലോ, വർക്ക് ഇല്ലാതെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ തോട്ടെ എന്തായാലും ഇത് ചെയ്തിട്ട് ഞാൻ ഇനി കിടന്ന് ഉറങ്ങുമെന്ന്. ഓക്കെ, ഇപ്പോൾ ലിയോ സിനിമയും കണ്ട് എൻ്റെ അനിയൻ്റെ കൂടെ ലിയോ സിനിമയും കണ്ട് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാധനം എടുത്തു ചെയ്യാനായിട്ട്. ഓക്കെ, സോ റൈറ്റ്, നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ സിലബസ് 2022, കഴിഞ്ഞ കൊല്ലമല്ല കഴിഞ്ഞ ടേം June 2023 ടേമിൽ സിലബസ് 2022 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നതാണ് അല്ലേ. അതെങ്ങനെയായിരുന്നു, അതെന്തൊക്കെയായിരുന്നു ചോദിച്ചിരുന്ന അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം, കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ നമുക്ക് വീഡിയോയിൽ ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ പറയാണ്, ദ വീഡിയോ മൈറ്റ് ബി എ ബിറ്റ് ലോങ്, ചിലപ്പോൾ കുറച്ച് നല്ല ലോങ് വീഡിയോ ആയിരിക്കും. ബട്ട് യാ, I'll try my best to എല്ലാം വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് I'll try my best. സോ ബിഫോർ ഐ സ്റ്റാർട്ട് ഓഫ്, ഒരു വാർണിംഗ് ഞാൻ തരാം. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കൈ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ കുറേ കഥ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ June 2023, അത് വായിക്കാൻ വിട്ടു പോകരുത്. ഇറ്റ് ഈസ് വെരി വെരി കമ്പൽസറി ദാറ്റ് യു റീഡ് എവറി സിംഗിൾ വേർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പോവാം. Intermediate examination June 2023, direct and indirect taxation. Time allowed 3 hours, full marks 100. The figures in the margin on the right side indicate full marks. Where considered necessary, suitable assumptions may be made and clearly indicated in the answer. First line പറഞ്ഞത് ഈ കാണുന്നത് മാർക്സ് ആണ്. 1 into 6 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ഫുൾ മാർക്സ് ആണ്, എത്ര കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. രണ്ടാമത് പറയുന്ന ഒരു പോയിന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്, വേർ കൺസിഡേർഡ് നെസസറി സ്യൂട്ടബിൾ അസംഷൻസ് മേ ബി മെയ്ഡ്. അത് സ്റ്റുഡൻസിന് അസംഷൻസ് എടുക്കണം എന്നുള്ള സാഹചര്യങ്ങളിൽ അസംഷൻസ് എടുക്കാം, അതെടുക്കേണ്ടതുമാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഇൻഡിക്കേറ്റഡ് ഇൻ ദി ആൻസർ. ആൻസറിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ട് എന്നും പറഞ്ഞ് അല്ലെങ്കിൽ അസംഷൻ മെയ്ഡ് എന്നും പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഓക്കെ, സോ ആദ്യമേ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഡയറക്റ്റ് ടാക്സേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, GST ചെയ്യുന്നില്ല. GST ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. This video I'm just confining it to direct taxation. Section A, direct taxation. Answer question number 1 and any 3 from question number 2, 3, 4 and 5. So question number 1 compulsory ആണ്. ബാക്കിയുള്ള 2, 3, 4, 5 ഈ 4 ക്വസ്റ്റ്യൻസിൽ 2, 3, 4, 5 ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഓൾറൈറ്റ്, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇപ്പം നമ്മുടെ ഈ കാണുന്നൊരു ഫോർമാറ്റ് ഉണ്ട്, MCQയും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആക്കി ഈ വരുന്ന December 2023 ടേമിന് 30 മാർക്ക് വരെ MCQ ഈ ഫോർമാറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോ നോക്കിപ്പോ. ക്വസ്റ്റ്യൻ നമ്പർ 1, ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. ടോട്ടൽ ഇൻകം ഇസ് ടു ബി റൗണ്ടഡ് ഓഫ് ടു ദി നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10 ആൻഡ് ടാക്സ് ഇസ് ടു ബി റൗണ്ടഡ് ഓഫ് ടു ദി നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10. നമുക്കറിയാവുന്ന കാര്യം അല്ലേ, സെക്ഷൻ 288A and 288B. സോ ദി ആൻസർ ഇസ് ബി. ദി ബി ആണ് ഇവിടെ ആൻസർ. Okay, 10. Next, an Indian company would be always resident in India irrespective of control and management. Be resident in India if its control and management is wholly situated in India. Be resident in India if its control and management is wholly or partly situated in India. Be resident in India if its control and management is wholly situated outside India. See, ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് എങ്ങനെയായിരുന്നു, അതൊരു ഇന്ത്യൻ കമ്പനിയാണോ നോൺ ഇന്ത്യൻ കമ്പനിയാണോ എന്നുള്ളത്. ഒരു ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വേറെ ഏതെങ്കിലും നിയമപ്രകാരമോ ക്രിയേറ്റ് ചെയ്ത കമ്പനി. ഇന്ത്യൻ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഇന്ത്യൻ കമ്പനി എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ കമ്പനി എപ്പോഴും ഇന്ത്യയിൽ റെസിഡന്റ് ആണ്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ, ബി ഓൾവേസ് റെസിഡന്റ് ഇൻ ഇന്ത്യ ഇർറെസ്പെക്റ്റീവ് ഓഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. ഇനി നോൺ ഇന്ത്യൻ കമ്പനീസിനാണ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് നോക്കി നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ. സോ ആൻ ഇന്ത്യൻ കമ്പനി, ആൻസർ ഇസ് എ. നെക്സ്റ്റ്, income from asset transferred to spouse will be taxable in the hands of the transferor if. Okay, A and B, husband and wife. A ബിക്ക് കുറച്ച് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു. അത് എപ്പോഴാണ് ആ അസറ്റ്സിൻ്റെ ഇൻകം എയുടെ കയ്യിൽ കൊണ്ടുവരിക എന്നുള്ളത്, ക്ലബിങ് എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത് സ്പൗസുകൾ തമ്മിൽ വരുമ്പോൾ. നമ്പർ 1,
Asset has been transferred in the pursuance of an agreement to live apart. Divorce ആയി പോകാനാണ്. അങ്ങനെയാണെങ്കിൽ ക്ലബിംഗ് വരില്ല, നമുക്കറിയാം. Asset was transferred for adequate consideration. തക്കതായ പ്രതിഫലത്തിനാണ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത്, ഒരു കുഴപ്പമില്ല, ക്ലബിംഗ് വരില്ല. Asset was transferred before marriage. കല്യാണത്തിന് മുമ്പാണ് ട്രാൻസ്ഫർ ചെയ്തേക്കണം, അവർ സ്പൗസ് അല്ല. ക്ലബിംഗിൽ ക്ലിയർ ആയി പറയുന്നുണ്ട് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അതിന്റെ ഇൻകം അക്രൂ ചെയ്യുമ്പോഴും ദേ ഷുഡ് ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്താൽ ക്ലബിംഗ് വരില്ല. ആൻഡ് ലാസ്റ്റ് വൺ, asset was transferred for inadequate consideration. That's the answer. തക്കതായ പ്രതിഫലത്തിനല്ല ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ അതാണ് ആൻസർ. സോ തേർഡ് ആണ് ഡി. നെക്സ്റ്റ്, which of the following expenditure on scientific research is not allowed as deduction? Section 35 PGBP. ഏത് സയന്റിഫിക് എക്സ്പെൻഡിച്ചർ ആണ് ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഡിഡക്ഷൻ ആയിട്ട് അലൗ ചെയ്യാത്തത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ സയന്റിഫിക് റിസർച്ച് റിലേറ്റഡ് അല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ സയന്റിഫിക് റിസർച്ച് ഡ്യൂറിംഗ് ദ ഇയർ റിലേറ്റഡ് ടു ബിസിനസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലൗഡ് ആണ്, പൊതുവെ അലൗഡ് ആണ്. ബാക്കി നോക്കാം. റവന്യൂ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ പ്രീവിയസ് ഇയർ അലൗഡ് ആണ്. Revenue expenses on payment of salary to employees engaged in scientific research and purchase of material used in scientific research incurred during 3 immediately preceding years of the commencement of business. Okay. ബിസിനസ് തുടങ്ങുന്നതിന് 3 വർഷം മുമ്പ്, ബിസിനസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം 3 വർഷം വന്ന റവന്യൂ എക്സ്പെൻസസ് അതും അലൗഡാണ്. അറിയാം, നമ്മൾ 35 കണ്ടതാ. 3 വർഷം വരെ ബിസിനസ് തുടങ്ങാൻ മുമ്പുള്ള പ്രീ കമൻസ്മെന്റ് റവന്യൂ എക്സ്പെൻസ് ആണ് അലൗഡാന്ന് കണ്ടതാ. ലാസ്റ്റ് വൺ ആയിരിക്കണം അല്ലേ? ലാസ്റ്റ് വൺ നോക്കാം. Expenditure incurred on acquisition of land during the year for scientific expenditure. Easy. Land allowed അല്ല, ക്യാപിറ്റൽ എല്ലാം allowed, 100% allowed എക്സെപ്റ്റ് ലാൻഡ് എന്നല്ല നമ്മൾ പഠിച്ചേക്കണേ. സെക്ഷൻ 35 കറക്റ്റ്. എൻ്റെ ബുക്ക് ഉണ്ടെങ്കിൽ ആ ചാർട്ട് എടുത്താൽ കാണാം. യെസ്, ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്താൽ കാണാൻ പറ്റും. ലാൻഡ് ഒരിക്കലും allowed അല്ല ഡിഡക്ഷൻ ആയിട്ട്. 35 അക്കോർഡിംഗ് സയന്റിഫിക് റിസർച്ച് അക്കോർഡിംഗ് ടു സെക്ഷൻ 35. നെക്സ്റ്റ്, taxable value of perquisite being sweat equity shares allotted by the employers. Okay, എന്താണ് sweat equity shares ന്റെ taxable value? sweat equity shares ന്റെ ESOP perquisite ഇട്ട വന്നാൽ എന്താണ് taxable value? നമുക്കറിയാം fair market value as on the date of option exercise അല്ലേ? നമുക്ക് നോക്കാം. fair market value subject to standard deduction 50,000. അതൊന്നല്ല, വിട് അങ്ങനെ subject to 50,000 standard deduction ഒന്നുമില്ല. The fair market value of such shares as on the date when such option is vested to the employee as reduced by the amount paid. Yes. The fair market value of such shares as on the date when such option is exercised by the employee as reduced by the amount paid. Wait. B എന്തായിരുന്നു? When such option is vested to the employee. Okay, B യിൽ പറയുന്നത് ഓപ്ഷൻ എംപ്ലോയിക്ക് കൊടുത്ത ദിവസവും, C യിൽ പറയുന്നത് എംപ്ലോയി ഓപ്ഷൻ യൂസ് ചെയ്ത ദിവസവും. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ D, നോട്ട് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. അതല്ല, തീർച്ചയായും. കാരണം എന്താ? ESOP ടാക്സബിൾ ആ. ബിയിലും സിയിലും ഒന്നാണ് ആൻസർ. കറക്റ്റ്. അപ്പൊ ഇനി ബിയിലും സിയിലും എന്തോ സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഒരൊറ്റ സിമ്പിൾ വേ ആണ് ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഞാനൊരു കമ്പനി ജോലി ചെയ്യുക, എനിക്ക് ESOP തന്നു. 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഓപ്ഷൻ തന്നു 3 മാസം കഴിഞ്ഞ് ഷെയർ വാങ്ങാന്ന്. അപ്പം 3 മാസം കഴിഞ്ഞ് ഞാൻ ഈ ഷെയർ വാങ്ങുമ്പോൾ എനിക്ക് ഷെയർ കയ്യിൽ കിട്ടും. പക്ഷെ എനിക്ക് ഓപ്ഷൻ തരുന്ന ദിവസം ഷെയറിന്റെ വില 100 രൂപ. 3 മാസം കഴിഞ്ഞിട്ട് ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ 150 രൂപ. ഞാൻ ആ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യുമ്പോൾ 150 രൂപയുടെ ഷെയറല്ല എനിക്ക് കിട്ടണേ. അപ്പം ഞാൻ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യുന്ന ദിവസത്തെ ബെനിഫിറ്റ് അല്ല എനിക്ക് കിട്ടണേ, അല്ലേ? അപ്പോൾ ഏതായിരിക്കണം ആൻസർ? ഓപ്ഷൻ സി, ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ സച്ച് ഷെയർസ് ആസ് ഓൺ ദ ഡേറ്റ് വെൻ സച്ച് ഓപ്ഷൻ ഇസ് എക്സർസൈസ്ഡ്. അപ്പോൾ ഓപ്ഷൻ എന്നാണ് ഞാൻ ഉപയോഗിക്കണേ അന്നത്തെ വാല്യൂ എടുക്കണ്ടേ. അല്ലാണ്ട് ബി പറഞ്ഞ പോലെ ഓപ്ഷൻ ഇസ് വെസ്റ്റഡ്, എനിക്ക് ഓപ്ഷൻ തന്ന ദിവസത്തെ വാല്യൂ അല്ല. ഓപ്ഷൻ തരുമ്പോൾ ഷെയറിന് 1 വാല്യൂ, അത് കഴിഞ്ഞ് ഓപ്ഷൻ എക്സർസൈസിന് 3 മാസം കഴിഞ്ഞാൽ ഷെയറിന്റെ വാല്യൂ മാറി. അപ്പോൾ മാറിയ വാല്യൂ ഉള്ള ഷെയർ എനിക്ക് കിട്ടണേ, എനിക്ക് ആ ബെനിഫിറ്റ് മൊത്തം എടുക്കണ്ടേ. That's it. So option C is the answer. Next, which of the following is not an income taxable as income from other sources? IFOs അല്ലാത്ത ഇൻകം ഏതാണ്? ഫാമിലി പെൻഷൻ IFOs ആണ്. ഡയറക്ടേഴ്സ് സിറ്റിംഗ് ഫീ ഫോർ അറ്റൻഡിംഗ് ബോർഡ് മീറ്റിംഗ്സ് IFOs ആണ്. റെന്റ് റിസീവ്ഡ് ഫോർ ഹൗസ് പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് യൂസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് റെന്റിൽ നമുക്കറിയാം സെപ്പറബിൾ ആണെങ്കിൽ വീടിന്റെ റെന്റ് ഹൗസ് പ്രോപ്പർട്ടിയിലും അഡീഷണൽ ഫെസിലിറ്റിയുടെ റെന്റ് IFOസിലും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. റെന്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് യൂസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി വേർ റെന്റ് സെപ്പറബിൾ ആണ് ബിറ്റ്വീൻ റെന്റ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് റെന്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇപ്പോൾ വീടിന്റെ റെന്റും പ്ലാന്റ് മെഷീനറി റെന്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വീടിന്റെ റെന്റ് എവിടെ പോകണമായിരുന്നു? സെക്ഷൻ 22 ഹൗസ് പ്രോപ്പർട്ടി പോകണമായിരുന്നു. അത് എന്തായാലും IFOസിൽ വരില്ല. അപ്പോൾ ആൻസർ സി ഉറപ്പിക്കാം. വേണമെങ്കിൽ ഡിയും കൂടെ നോക്കാം. റെന്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് യൂസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി വെൻ റെന്റ് ഇസ് ഇൻസെപ്പറബിൾ ആണെങ്കിലും ഫുൾ IFOസിൽ വരിക, സെക്ഷൻ 56 വരിക. അപ്പോൾ IFOസിൽ വരാത്ത ഏതാണെന്ന് വെച്ചാൽ ഇറ്റ്സ് സി, നോ ഡൗട്ട്. ഓക്കെ, ഇനി ട്രൂ ഓർ ഫാൾസ്. If an employee opts for section 115 BAC, he is not entitled to claim exemption for leave travel allowance. Correct. LTC കിട്ടില്ല, LTCയുടെ ബെനിഫിറ്റ് കിട്ടില്ല 115 BAC എടുത്താൽ.
The rate of depreciation applicable for goodwill is 25%. Very correct. Intangible assets 25%. Loss from speculation business is eligible for carry forward for subsequent 8 years. പറ്റില്ല. കാരണം എന്താ, 8 years പറഞ്ഞ സാധാരണ ലോസുകളാണ്. സ്പെക്കുലേഷൻ ബിസിനസ്സിന് എന്തായാലും പറ്റില്ല. സ്പെക്കുലേഷൻ ബിസിനസ്സിന് എത്രയേ പറ്റുള്ളൂ? 4 years. Correct. Only 4 years. Next. An income when it is diverted before it reaches the SSE is called diversion of income and is not taxable. അതെ, diversion of income theory നമ്മൾ കണ്ടാണ്. It's not taxable in India. No, it will not be taxable in the hands of, not taxable in India എന്നല്ല, not taxable in the hands of SSE. ഒരിക്കലും taxable ആവില്ല അല്ലേ? So first one is true, second one is true, third one is false, fourth one is true. True, false, true. Next, fill in the blanks. When a foreign citizen comes to India for the first time and stays for less than 182 days, his residential status would be, okay, പുറത്തുനിന്ന് ഒരാൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന വർഷം 182 ദിവസത്തിന് താഴെ താമസിക്കണം എന്നുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരിക, ഇന്ത്യയിൽ ഇതുവരെയായിട്ട് നിന്നിട്ടില്ല. നമുക്കറിയാം ഇന്ത്യയിൽ റെസിഡന്റ് ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് നമ്മൾ നോക്കുന്നത്. കണ്ടീഷൻ നമ്പർ 1, ഒന്നിൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ 182 ഡേയ്സ് ഉണ്ടാവണം. അല്ലെങ്കിൽ കണ്ടീഷൻ നമ്പർ 2, കഴിഞ്ഞാൽ 60, അതിന് മുമ്പത്തെ 4 വർഷം കൊണ്ട് കഴിഞ്ഞാൽ 365 ദിവസം ഉണ്ടാവണം. അതിന് മുമ്പത്തെ 4 വർഷം ആൾക്കില്ലല്ലോ, ആദ്യമായിട്ട് ഇക്കൊല്ലല്ലോ തന്നെ. ഇക്കൊല്ലം ആദ്യമായിട്ടാവെങ്കിൽ 182 അടിച്ചാലേ ഇയാൾ റെസിഡന്റ് ആവുള്ളൂ. ഇയാൾ 182 അടിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾ ആരായി? നോൺ റെസിഡന്റ്. The maximum of interest on loan borrowed for the purpose of repair of building deductible under section 24 is, okay, section 24ൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡിന്റെ മാക്സിമം ഡിഡക്ഷൻ എത്രയാണെന്ന് ചോദിച്ചേക്കണേ. അത് സെൽഫ് ഒക്യുപ്പൈഡ് ആണോ അതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ വി നീഡ് ടു റൈറ്റ് ആൻ അസംഷൻ ഹിയർ. അപ്പോൾ ഇതൊരു ട്രിക്കി ഏരിയ. നമുക്കറിയാം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല അല്ലേ? പക്ഷെ സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിലോ റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇത് ലെറ്റ് ഔട്ട് ആണോ സെൽഫ് ഒക്യുപ്പൈഡ് ആണെന്ന് പറഞ്ഞിട്ടുമില്ല. ആൻഡ് ലെറ്റ് ഔട്ട് ആണെങ്കിൽ നമ്മുടെ ആൻസർ ഒന്നായിരിക്കും, സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ ആൻസർ വേറൊന്നായിരിക്കും. കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ അണ്ടർ സെക്ഷൻ 24 നമ്മുടെ ആൻസർ ചെയ്ത്, അപ്പോൾ നമ്മൾ ലെറ്റ് ഔട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യണം, സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചിട്ട്. ഇപ്പോൾ ലെറ്റ് ഔട്ട് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യണമെങ്കിൽ മൈ ആൻസർ വുഡ് ബി നോ ലിമിറ്റ്. ദ മാക്സിമം ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബോറോഡ് ഇല്ല, ലിമിറ്റ് ഇല്ല, എത്ര വേണേലും പോവാം. പക്ഷേ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ടാണ് ഏതെങ്കിലോ ദ ലിമിറ്റ് വിൽ ബി 30,000. കാരണം എന്താ, സെൽഫ് ഒക്യുപ്പൈഡിന് 2 ലക്ഷം അല്ലെങ്കിൽ 30,000 വരെ മാക്സിമം ഡിഡക്ഷൻ കിട്ടുന്ന പറയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡിന്. 2 ലക്ഷം കിട്ടണമെങ്കിൽ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ഉണ്ട്. അതിൽ ഒരു കണ്ടീഷൻ ഉണ്ടായി, ലോൺ എടുക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിംഗ് വാങ്ങാനായിരിക്കണം. ഇവിടെ എന്തിനാ ലോൺ എടുത്തേ? റിപ്പയർ ചെയ്യാനാ. റിപ്പയർ, റെനോവേഷൻ, റീകൺസ്ട്രക്ഷൻ, അതാണ് കണ്ടീഷൻ തെറ്റിച്ചു. അങ്ങനെ 30,000 കിട്ടുള്ളൂ സെൽഫ് ഒക്യുപ്പൈഡിൽ, സെക്ഷൻ 24B. കറക്റ്റ്. ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്ന ആൻസർ ഇറ്റ് ക്യാൻ ഐദർ ബി അൺലിമിറ്റഡ്, അത് നോ ലിമിറ്റ്. അപ്പോൾ ഇത് അസംഷൻ ദ ഹൗസ് പ്രോപ്പർട്ടി ഓർ ദ ബിൽഡിംഗ് ഇസ് അസ്യൂം ടു ബി ലെഫ്റ്റ് ഔട്ട്. അല്ലെങ്കിൽ എഴുതാം നമുക്ക് ആൻസർ 30,000 അസംഷൻ ദ ഹൗസ് പ്രോപ്പർട്ടി ഈസ് അസ്യൂം ടു ബി സെൽഫ് ഒക്യുപ്പൈഡ്. ക്ലിയർ? ഫസ്റ്റ് അസംഷൻ എഴുതേണ്ട സ്ഥലം വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ഇസ് എലിജിബിൾ ഫോർ അമോർട്ടൈസേഷൻ ഇൻ ഈസി 5 ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ്. സെക്ഷൻ ഏതാണെന്ന് അറിയാലോ? 35D. PGBPയിൽ 5 ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ നമുക്ക് റിഡക്ഷൻ എടുക്കാം. കറക്റ്റ്. നെക്സ്റ്റ്, in the case of a senior citizen, maximum deduction allowed under section 80TTB. 80TTB എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. TTAയിൽ സീനിയർ സിറ്റിസൺ അല്ലാത്തവർക്ക്, TTBയിൽ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളവർക്ക്. സീനിയർ സിറ്റിസൺ എത്ര വരെ പോവാം? 50,000 വരെ പോവാം. കറക്റ്റ്. സോ അങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കഴിഞ്ഞു. അപ്പോൾ നോക്കുകയാണെങ്കിൽ സക്സസ്ഫുള്ളി വി കംപ്ലീറ്റഡ് ക്വസ്റ്റ്യൻ 1. യെസ്, ക്വസ്റ്റ്യൻ 1 വൃത്തിയായിട്ട് കഴിഞ്ഞു. ഓൾസോ ഐ വിൽ ബി പുട്ടിങ് ഒരു വീഡിയോ കൂടി ഉണ്ടാവും, എങ്ങനെ ആൻസർ പേപ്പറിൽ നിങ്ങൾ ആൻസർ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ. അതിന് വേറൊരു വീഡിയോ കൂടി ഉണ്ടാവും. ഡു ചെക്ക് ദാറ്റ് ആസ് വെൽ. ഓക്കെ, കാരണം ഇതിനൊക്കെ ഒരു ക്വസ്റ്റിൻ്റെ അടിയിൽ തന്നെ വന്ന സബ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഇപ്പോൾ 1ന്റെ അടിയിൽ എയുടെ അകത്ത് 1 2 3 4 5 6, പിന്നെ ബിയുടെ അകത്ത് 1 2 3 4, സിയുടെ അകത്ത് 1 2 3 4 എന്ന് വന്നതല്ലേ. അതെങ്ങനെ എഴുതണം നിങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിൻ്റെ സൊല്യൂഷൻ ഞാൻ വേറൊരു വീഡിയോയിൽ ഹൗ ടു റൈറ്റ് യുവർ ആൻസർ ഫോർ യുവർ എക്സാമിനേഷൻ എന്ന വീഡിയോയിലും അത് കണ്ടോളൂ. ഓക്കെ, യെസ്. ഇനി വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. 2, 3, 4 and 5 ഇതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങളപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെ 2, 3, 4, 5 അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്, ഒരു ആൻസർ എഴുതേണ്ട രീതി, അത് മറ്റേ വീഡിയോയിൽ ഞാൻ പറയും. എങ്ങനെ ക്വസ്റ്റ്യൻസ് കൂടെ ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് എങ്ങനെ എഴുതണം എന്നുള്ളത്. ഇവിടെ ഞാൻ ജസ്റ്റ് ആ ഓർഡറിൽ അങ്ങോട്ട് പോകാൻ പോവാം. 2A 2B നിങ്ങളുടെ ഓർഡറിൽ അങ്ങോട്ട് പോകാൻ പോവാം. ഓക്കെ, ഇപ്പോൾ 2A. Miss Dhwani, an individual and Indian citizen living in Singapore since year 2008 and never came to India for a single day since then. 2008 തൊട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഇല്ല, ഇന്ത്യയിൽ കാല് കുത്തിയിട്ടില്ല കഴിഞ്ഞൊരു 15 വർഷമായിട്ട്. She earned the following incomes during the previous year 2022-23.
ഒരു 4 ഇൻകംസ് പറയുന്നുണ്ട്. ഇൻകം അക്രൂഡ് ആൻഡ് അറൈസൻ ഔട്ട് ഓഫ് ഇന്ത്യ, ഇൻകം ഡീം ടു അക്രൂ ആൻഡ് അറൈസ് ഇൻ ഇന്ത്യ, ഇൻകം അറൈസിംഗ് ഇൻ സിംഗപ്പൂർ ഫ്രം പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ, income accrued and arising in Singapore but she is not taxable, not liable to tax in Singapore, 10 lakhs. Examine and determine the residential status of Ms. Dhwani along with taxable income for assessment year 23-24, assuming no other income arise during the previous year. Okay. ഈ കേസിൽ പറയുന്നത് ധ്വനി എന്ന് പറഞ്ഞ വ്യക്തി നമുക്കൊന്ന് ഞാൻ എഴുതി നോക്കുക. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് അല്ല. അപ്പോൾ നമ്മുടെ അസസി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ എഴുതാണ് 2A. അസസി ഇസ് മിസ് ധ്വനി അല്ലേ. ഷീ ഇസ്, പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതാണ് അസസിയുടെ ഞാൻ. ഒന്ന്, ഇസ് എൻ ഇന്ത്യൻ സിറ്റിസൺ, തൽക്കാലം IC എന്ന് എഴുതുന്നു. പക്ഷേ ലാസ്റ്റ് 5 years ഫുള്ളി ഔട്ട് ഓഫ് ഇന്ത്യ അല്ല, ഇന്ത്യയിൽ വന്നിട്ടേ ഇല്ല. And this person has been put up at Singapore. സിംഗപ്പൂരാണ് കറക്റ്റ്. ഇനി ഒരു കാര്യം നിങ്ങൾ എന്താ സൂക്ഷിക്കേണ്ടതെന്ന് അറിയോ? നിങ്ങൾ 2A എന്നുള്ള ആൻസർ തുടങ്ങി. ഇപ്പം ആൻസറിന് വേണ്ട ക്രൂഷ്യൽ പോയിന്റ്സ് ഒക്കെ ഇവിടെ എഴുതി. യെസ്. എന്നിട്ട് നിങ്ങൾ ആൻസർ എഴുതാൻ പോവുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം അതല്ലേ ചോദിച്ചേക്കണേ. എക്സാമിൻ ആൻഡ് ഡിറ്റർമൈൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ് ധ്വനി അലോങ് വിത്ത് ടാക്സബിൾ ഇൻകം ഫോർ ദ അസസ്മെന്റ് ഇയർ 2023-24. കണ്ടുപിടിക്കാൻ പറഞ്ഞത് ധ്വനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെ എഴുതി മുമ്പോട്ടോ എന്താ ചെറിയ പ്രശ്നം എന്നറിയോ? നിങ്ങൾ 2A എന്ന് എഴുതുകയും ചെയ്തു, എന്നിട്ട് ഒരു ഡീറ്റെയിൽസ് എഴുതി. നിങ്ങളൊരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്നുള്ള ഹെഡിങ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ നമ്പർ കൊടുത്തിട്ട് അവിടെ വേറെ വല്ല കഥയാണ് എഴുതി വയ്ക്കുക. അല്ലല്ലോ, ഒരിക്കലുമല്ല. ഇപ്പം എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ 2A എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ എഴുതിയേക്കുന്ന സാധനങ്ങളില്ലേ, ഈ എഴുതിയേക്കണത് ഇത് ആൻസറിന്റെ മെയിൻ ബോഡിയിൽ വരേണ്ടതല്ല. ഇതെന്താണെന്നറിയോ? വർക്കിംഗ് നോട്ടായി പോകേണ്ടതാണ്. അപ്പം ഇവനെ കുറച്ച് താഴത്തേക്ക് കൊണ്ടിടുക, എന്നിട്ട് അവിടെ വർക്കിംഗ് നോട്ട് എന്ന് രേഖപ്പെടുത്തുക. വർക്കിംഗ് നോട്ട്സ് എന്നിട്ട് അവിടെ കാണിക്കുക. ആൻസറിന്റെ മെയിൻ ബോഡിയിൽ ആൻസർ മാത്രമേ വരാൻ പാടുള്ളൂ. ആൻസർ എന്താ? ഡിറ്റർമിനേഷൻ of residential status of Miss Dhwani അല്ലേ? യെസ്. ഈ പറഞ്ഞ കേസ് പ്രകാരം കഴിഞ്ഞ 15 വർഷമായിട്ട് ഇന്ത്യയിൽ കാലൂത്തിയിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഒരു ഇൻകം കൂടെ ഉണ്ടോ എന്താന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത്രേ പറയുന്നുള്ളൂ അല്ലേ? സിമ്പിൾ കേസ്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അറൈസ് ചെയ്യണം? ഇന്ത്യയിൽ നിന്ന് ഇൻകം അറൈസ് ചെയ്യുന്നതിന്റെ കേസ് ഞാൻ പറയുന്നറിയോ? സെക്ഷൻ 6(1)A ഡീംഡ് റെസിഡന്റ് പറയുന്നുണ്ട്. അതായത് ഒരു വിധത്തിലും റെസിഡന്റ് ആവാത്ത ഒരാൾ, അതായത് നോർമൽ പ്രൊവിഷൻസ് വെച്ചാവുള്ള വേറൊരു രീതിയിലും ഇന്ത്യയിൽ റെസിഡന്റ് ആണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ ചില പ്രത്യേക ആൾക്കാരെ സെക്ഷൻ 6(1)A പ്രകാരം റെസിഡന്റ് ആവും നമ്മൾ കണ്ടു. എന്താണ് പറഞ്ഞ കണ്ടീഷൻസ്? ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 2, ഇന്ത്യയിൽ നിന്നും 15 ലക്ഷത്തിന് മുകളിൽ ടോട്ടൽ ഇൻകം വേണം. 3, ഈ വ്യക്തി ലോകത്ത് എവിടെയും ടാക്സ് അടയ്ക്കാതെ ചാടി പോണ ഒരു വ്യക്തിയായിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺ മിസ് ധ്വനി അല്ലേ? 3ാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സിംഗപ്പൂരിൽ ഈ വ്യക്തി ടാക്സബിൾ അല്ല എന്ന് സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. വേറെ എവിടെയും ഒരു ഇൻകത്തിന് ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ളൊരു ക്ലാരിറ്റി വന്നിട്ടില്ല അല്ലേ? അത് കാരണം സെക്ഷൻ 6(1)A നമുക്ക് ഡ്രോപ്പ് ചെയ്യാം, വിടാം. നമുക്ക് റൈറ്റ് അവേ ഈ വ്യക്തിയെ, മിസ് ധ്വനിയെ, ഇന്ത്യയിൽ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഒരു കണ്ടീഷൻ ഫോർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത കാരണം നമുക്ക് മിസ് ധ്വനിയെ ഇസ് എ നോൺ റെസിഡന്റ് നേതാ. സോ മിസ് ധ്വനി ഇസ് എ നോൺ റെസിഡന്റ് because she doesn't satisfy any of the conditions required to treat her as a resident in India. അത്ര എഴുതി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. സെക്ഷൻസ് കോട്ട് ചെയ്യണമെങ്കിൽ അതും കൂടെ കോട്ട് ചെയ്യുക. സെക്ഷൻ 6(1), 6(2) അറിയാലോ. ഓണസ്റ്റ്ലി പറഞ്ഞാൽ ഞാൻ മറന്നു ഈ സെക്ഷൻസ്. 6 ആണെന്ന് എനിക്കറിയാം. അപ്പോൾ സെക്ഷൻസും കൂടെ കോട്ട് ചെയ്യുക. ഈ വ്യക്തി ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യല്ല, ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യല്ല, റെസിഡന്റ് ആവാൻ വേറെ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യല്ല. അത് കാരണം ഷീ ഈസ് നോട്ട് എ റെസിഡന്റ്. ഓക്കെ. ഇനി രണ്ടാമത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. അതല്ലേ ചോദിച്ചേക്കണേ? ടാക്സബിൾ ഇൻകം, അത് ടോട്ടൽ ഇൻകം. ടാക്സബിൾ ഇൻകം ഓഫ് മിസ് ധ്വനി ഫോർ ദി അസസ്മെന്റ് ഇയർ 2023-24. എപ്പോഴും ഓർക്കുക, ഹെഡിങ് എഴുതുമ്പോൾ എന്താണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, വാട്ട് ആർ യു കമ്പ്യൂട്ടിങ്,
ആരുടെയാണ്? ഓഫ് ഹൂം? ഓഫ് മിസ് ധ്വനി. എന്നത്തേക്കുള്ളതാണ്? ഫോർ അസസ്മെന്റ് ഇയർ 23-24. ഇത് മസ്റ്റായി കാണിക്കണം. ഇത് കാണിച്ചിട്ട് particulars amount രണ്ട് എമൗണ്ട് കോളം എപ്പോഴും കിടന്നോട്ടെ, അല്ലെങ്കിൽ ഒരു എമൗണ്ട് കോളം കൊടുത്താൽ മതി, മറ്റേ നോട്ട് തന്നെ നോട്ട് എഴുതിയാലും മതി. ഇവിടെ എപ്പോഴും എഴുതുക ഇൻ റുപ്പീസ്. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നേക്കണേ? റുപ്പീസ് അല്ലേ, റുപ്പീസ് ആക്ച്വലാണ് തന്നേക്കണം. അപ്പോൾ റുപ്പീസ് മുകളിലും കൂടെ എഴുതുക. ക്ലിയർ? ഇനി ഒരു നോൺ റെസിഡന്റ് ആയ വ്യക്തിക്ക് ഏതൊക്കെ ടാക്സബിൾ ആവും? ഇൻകം അക്രൂയിങ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യ തീർച്ചയായും ടാക്സബിൾ ആവും. 8 ലക്ഷം എന്തായാലും ടാക്സബിൾ ആവും, കാരണം ഇന്ത്യൻ ഇൻകം 8 ലക്ഷം എന്തായാലും ടാക്സബിൾ ആവും. ഇൻകം അക്രൂയിങ് ആൻഡ് അറൈസിംഗ് ഇൻ ഇന്ത്യ എന്ന് തൽക്കാലം ഷോർട്ട് ഫോം ഒക്കെ ഉപയോഗിക്കട്ടോ ഞാൻ. 8 lakhs എന്തായാലും ടാക്സബിൾ ആവും. 2 ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, ദാറ്റ്സ് ഇൻ ഇന്ത്യൻ ഇൻകം. ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, അതും ഇന്ത്യയുടെ ടാക്സബിൾ ആവും, ഒരു സംശയമില്ല അതിൽ. അത് ഇന്ത്യൻ ഇൻകം എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ടാക്സബിൾ ആണ്. ഇന്ത്യ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം ഡീം ടു റിസീവ് ഇൻ ഇന്ത്യ, ഇൻകം അക്രൂ ഇൻ ഇന്ത്യ, ഇൻകം ഡീം ടു അക്രൂ ഇൻ ഇന്ത്യ. അതിന് 2 റോൾ ഇത് രണ്ടും മൊത്തം ടാക്സബിൾ ആവും. അടുത്ത എന്താ? ഇൻകം അറൈസിംഗ് ഇൻ സിംഗപ്പൂർ ഫ്രം എ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ, ഇത് ടാക്സബിൾ ആയാണ് ഈ വ്യക്തി റെസിഡന്റ് ആയിരുന്നെങ്കിൽ. റെസിഡന്റ് അല്ലല്ലോ, ടാക്സബിൾ ആവില്ല. ഇൻകം അക്രൂഡ് ആൻഡ് അറൈസിംഗ് ഇൻ സിംഗപ്പൂർ ബട്ട് ഷീ ഈസ് നോട്ട് ലയബിൾ ടു ടാക്സ് ഇൻ സിംഗപ്പൂർ, 10 lakhs, അതും ടാക്സബിൾ ആവില്ല, കാരണം ഇന്ത്യയുടെ ഒരു ബന്ധുല്ലാത്ത ഇൻകം, കംപ്ലീറ്റ്ലി സിംഗപ്പൂരിന്റെ ഇൻകം. ടാക്സബിൾ ഇൻകം എന്ന് പറയാനായിട്ട് ഈ രണ്ടും മാത്രമേ ഉള്ളൂ. 14 ലക്ഷം. അപ്പോൾ ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞ് കൊടുക്കുക. ടേബിൾ ക്ലോസ് ചെയ്യുക, വൃത്തിയായിട്ട് ടേബിൾ അമൗണ്ട് കോളത്തിനൊക്കെ വരച്ചിട്ട് എഴുതുക. എന്നിട്ട് പറ്റുമെങ്കിൽ അടിയിലൊരു ലൈനും കൂടെ എഴുതുക. അടിയിലൊരു ലൈനും കൂടെ വൃത്തിയായിട്ട് എഴുതുക. ദ ടാക്സബിൾ ഇൻകം ഓഫ് മിസ് ധ്വനി ഇസ്, ദ ടാക്സബിൾ ഇൻകം ഓഫ് മിസ് ധ്വനി ഇസ് rupees 14 lakhs for the assessment year 23-24. ആഹാ, എന്ത് വൃത്തിയുള്ള ആൻസറായി. പക്ഷേ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയില്ല, അതറിയാം. പക്ഷെ ആൻസർ നല്ല സ്ട്രക്ചേർഡ് ആൻസറായി. ആൻസറുടെ അടിയിൽ നമ്മൾ വർക്കിംഗ് നോട്ടും വെച്ച് ക്ലീൻ ക്ലോസ് ഡൺ. യെസ്, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മിസ്റ്റർ അഖിൽ, റെസിഡന്റ് ഇൻഡിവിജ്വൽ ഏജ്ഡ് 55, 55 വയസ്സുള്ള ഒരാൾ, ഓൺസ് 1 റെസിഡൻഷ്യൽ ഹൗസ് ഇൻ കൊൽക്കത്ത. ചെറിയൊരു ഗ്ലിച്ച് വന്നു റെക്കോർഡിങ്ങിൽ, ബാറ്ററി ഡൗൺ ആയിപ്പോയി ഡിവൈസിൻ്റെ. അപ്പോൾ ഞാൻ പ്ലഗിൻ ചേർന്നപ്പോൾ ഇനി പ്രോബ്ലം ഇല്ലാണ്ട് കണ്ടിന്യൂ ചെയ്യാനായിരിക്കുന്നു. എനിവേ, ലെറ്റ്സ് കണ്ടിന്യൂ. The house is having 2 identical units. First unit of the house is self-occupied by Mr. Akhil and another unit is rented for 16,000 per month. Okay, ഒറ്റ വീടാണ്, രണ്ടാക്കി മുറിച്ചിട്ട്, അത് ഒരു പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഉള്ളൂ, രണ്ടാക്കി മുറിച്ചിട്ട് ഒരെണ്ണത്തിൽ ആൾ സ്വയം താമസിക്കുന്നു, മറ്റേതിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എഴുതാം. ഈ ക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വി ആർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ 2B, റൈറ്റ്? 2B അല്ലേ? അപ്പോൾ ഈ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മെയിൻ ബോഡിയുടെ ആൻസറിൽ വരുന്നത്, ആൻസറിൻ്റെ മെയിൻ ബോഡിയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഹൗസ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റൻ ഏതാണ് എനിക്കറിയാം, ഏതാണ്ട് ഒരു 10-15 ലൈൻസ് തൊട്ട് ആൻസർ എഴുതാന്ന്. അപ്പോൾ മുസ്ലിം ഒരു 1, 2, 3, 4 ഒരു 15 ലൈൻസ് ആണ് ഒരു അസംഷനിൽ. ഇത് ഇവിടെ നിന്ന് വിട്ട് ഇത് ഇവിടെ നിന്ന് എഴുതി തോന്നുന്നത് ഞാൻ. ഓക്കെ, വർക്കിംഗ് നോട്ട്സ്, അതിൽ വർക്കിംഗ് നോട്ട് 1 ഡീറ്റെയിൽസ് ഫ്രം ക്വസ്റ്റ്യൻ. എന്താണ്? ഒരൊറ്റ വീട്, പടമൊന്നും വരയ്ക്കണതിന് കുഴപ്പമില്ല കേട്ടോ. ഒറ്റ വീട്, അതിൽ ഒരെണ്ണം സെൽഫ് ഓക്യുപ്പൈഡ്, മറ്റേത് ലെറ്റ് ഔട്ട് അല്ലേ? രണ്ടും ഈക്വൽ സൈസ്, ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് സൈസ്. ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് 16,000 രൂപ പെർ മന്ത്, 16,000 പെർ മന്തിന് ഇതിൻ്റെ ലെറ്റ് ഔട്ട് ചെയ്തു. 16K പെർ മന്തിന് ലെറ്റ് ഔട്ട് ചെയ്തു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? റെൻറ്റഡ് യൂണിറ്റ് വാസ് വേക്കൻറ്റ് ഫോർ 2 months. ഓക്കെ, അപ്പോൾ ഈ വീട്ടിൽ 10 മാസം ലെറ്റ് ഔട്ടും 2 മാസം വേക്കൻറ്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ വേറെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഹൗസ് ഫോർ ദ പ്രീവിയസ് ഇയർ ആസ് അണ്ടർ. വീടിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. മുനിസിപ്പൽ വാല്യൂ 380, സ്റ്റാൻഡേർഡ് 324, ഫെയർ 360. ഓക്കെ, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ മിസ്റ്റർ അഖിൽ. ഓക്കെ, 10% ഓഫ് മുനിസിപ്പൽ വാല്യൂഷൻ, ഫൈൻ. റിപ്പയർ ഇൻഷുറൻസ് ഇറലവൻ്റ് ആണ്. സെക്ഷൻ 22 പ്രകാരം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റാത്ത 2 സാധനങ്ങളാണ് റിപ്പയർ ഇൻഷുറൻസ്, കാരണം അതിനൊക്കെ വേണ്ടി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ തന്നെ. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ 3000, ഫൈൻ. യു ആർ റിക്വയർഡ് ടു അസസ് the case and compute the income from house property of Mr. Akhil for the assessment year 23-24. Mr. Akhil does not opt to be taxed under section 115 BSc. Okay, മിസ്റ്റർ അഖിലിൻ്റെ നോർമൽ റെജീം പ്രകാരം, ഓൾഡ് റെജീം പ്രകാരം എന്ത് ടാക്സ് ലയബിലിറ്റി വരുന്നത് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണല്ലോ. അപ്പോൾ ഇത് GAV കണ്ടുപിടിക്കണം. GAV കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളവിടെ ആൻസറിലേക്ക് വരാൻ, അല്ലേ? ഫോർ ദി ഈസ് ഓഫ് ഡൂയിങ് ഞാൻ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോവാം. ഒരു എക്സൽ ഫയൽ ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഒരു എക്സൽ ഫയൽ നമുക്ക് ചെയ്യാം. ഓക്കെ, എക്സൽ ഫയൽ ഒന്ന് ഞാൻ സൂം ചെയ്തോട്ടെ. യെസ്, നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാമെന്ന് വിശ്വസിക്കുന്നു.
I'm going to give the heading, main body and answer paper main body ആണ് computation of income from house property of Mr. Akhil for the assessment year 2023-24. Okay, ഞാൻ ഹെഡിങ് കൊടുത്തു, എല്ലാം കൊടുത്തു, ക്ലിയർ, വ്യക്തമായിട്ടെല്ലാം വന്നു കഴിഞ്ഞു. ഇവിടെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പെർട്ടിക്കുലേഴ്സ് ടേബിൾ വരയ്ക്കില്ല, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. നമ്മൾ 2 amount കോളം കൊടുക്കാം, 2 amount കോളം കൊടുക്കാം. കാരണം എന്തിനാ? ഒരെണ്ണം സെൽഫ് ഒക്യുപ്പൈഡിന്, മറ്റേത് ലെറ്റ് ഔട്ടിന്. ഇനി ഒരു നോട്ട് കോളം കൂടെ ഞാൻ കൊടുക്കാം. ഇപ്പം ഇൻകം ഓർ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടേഷൻ അല്ലേ, അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? GAV നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. GAV നമുക്കറിയില്ലല്ലോ, കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ GAV ഞാൻ വർക്കിംഗ് നോട്ട് കൊടുക്കാൻ പോവാം. ഓൾറെഡി വർക്കിംഗ് നോട്ട് 1 ഞാൻ എഴുതി, അപ്പോൾ വർക്കിംഗ് നോട്ട് 2 കൊടുക്കാൻ പോവാം. ഇനി വർക്കിംഗ് നോട്ട് 2 ഞാൻ ഇവിടെ എഴുതി കണ്ടുപിടിക്കാൻ പോവാം. വർക്കിംഗ് നോട്ട് 2, ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് GAV, കമ്പ്യൂട്ടേഷൻ ഓഫ് GAV എന്ന് പറഞ്ഞാൽ ഞാൻ വർക്കിംഗ് നോട്ട് 2 കൊടുത്തു, അത് കണ്ടുപിടിക്കാൻ പോകണം ഞാൻ. ഓക്കെ, അപ്പം അതിനും പർട്ടിക്കുലേഴ്സ് 2 amount 2 amount കോളം മതി. 2 amount കോളം വെച്ചേക്കാം നമുക്ക്, കാരണം സെൽഫ് ഒക്യുപ്പൈഡും ലെറ്റ് ഔട്ടും. സെൽഫ് ഒക്യുപ്പൈഡിന് അറിയാം GAV ഒന്നും വരില്ല എന്ന്, ബട്ട് ഐ എം ജസ്റ്റ് ഗിവിങ്, ഒരെണ്ണം കൊടുക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കേട്ടോ. ഇനി മുനിസിപ്പൽ വാല്യൂ, ബാക്കിയുള്ള വാല്യൂ ഒക്കെ എടുക്കാം. മുനിസിപ്പൽ വാല്യൂ 380. ഓക്കെ, മുനിസിപ്പൽ വാല്യൂ ഞാൻ തൽക്കാലം MV എഴുതുക. 380 അല്ലേ, 380നെ 2 വീതിച്ചിട്ട് 380 ഡിവൈഡ് ബൈ 2, 190. ഇവിടെ ഒന്നും വരില്ല, ശരിയല്ലേ? ഇവിടെ ഫെയർ വാല്യൂ, എൻ്റെ ഓർമ്മ ശരി 324 ആയിരുന്നു അത്, 324. ഇവിടെ 324,000 ഡിവൈഡഡ് ബൈ 2, ഇവിടെ ഒന്നും വരില്ല. ഇതിൻ്റെ ഹയ്യർ, സോറി, ഇവിടെ ഇവിടെ 0 തന്നെ കാണത്തോട്ടെ. ഇവിടെ ഇതിൻ്റെ ഹയ്യർ ആണ് GAV. നെക്സ്റ്റ് ആണ് ഹയ്യർ ഓഫ് ദ 2. ഇവിടെ ഹയ്യർ എന്ന് പറയുമ്പോൾ 190, 90,000. സ്റ്റാൻഡേർഡ് റെൻറ്റ്, സ്റ്റാൻഡേർഡ് റെൻറ്റ് എത്രയാണ് പറഞ്ഞത്? 360 അല്ല, തെറ്റിപ്പോയി. സ്റ്റാൻഡേർഡ് റെൻ്റ് ആയിരുന്നു 324 അല്ലേ, ചെറിയ കൺഫ്യൂഷൻ വന്നത്, തെറ്റിപ്പോയി. ഓക്കെ, സ്റ്റാൻഡേർഡ് റെൻ്റ് ആയിരുന്നു 324. സോ ദിസ് വാസ് നോട്ട് 324. ഇത് എത്രയായിരുന്നു? ഇത് ഫെയർ വാസ് 360. അപ്പോൾ 360 എന്ന് പറയുമ്പോൾ ഇവിടെ 3,60,000. മിസ്റ്റേക്ക് വരണുണ്ടോ ആൻസർ ചെയ്യുമ്പോൾ? ശ്രദ്ധിക്കണം. അപ്പോൾ എനിവേ ഹയർ 1,90,000 തന്നെ, അതാരും കുഴപ്പമില്ല. ഈ സ്റ്റാൻഡേർഡ് റെൻ്റ് എത്ര? 3,24,000 ഡിവൈഡ് ബൈ 2, 324,000 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു ഇട്ടില്ല. 162. സോ ഇതിൻ്റെ ലോവറാണ് നമ്മുടെ RER എന്ന ലോവറാണ്. അപ്പോൾ 162 ആവും നമ്മുടെ RER. ഇനി ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ, അത് 16,000 പെർ മന്ത് എന്നല്ലേ, 16,000 പെർ മന്ത് എന്നാണ്. അങ്ങനെ 10 മാസം ആണ് നമുക്ക് ആകെ ഉള്ളത് മൊത്തം. അപ്പോൾ 16,000 ഇൻറ്റു 10, 1,60,000. ഇനി GAV എടുക്കാനാണെങ്കിൽ GAV എന്ന് പറയുന്നത് ഇതിൻ്റെ ഹയ്യർ ആണ് വരേണ്ടത്. അപ്പോൾ 1,62, 1,60,000 ഹയ്യർ 1,62 ആണ് വരേണ്ടത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ, വേക്കൻസി ഉള്ളത് നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റില്ല. വേക്കൻസി ഉള്ളപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു നമ്മൾ? വേക്കൻസി ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, വേക്കൻസി ഇല്ലായിരുന്നെങ്കിൽ എന്താ അറിയുക, ആക്ച്വൽ റെൻറ്റ് വന്നാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. വേക്കൻസി ഇല്ലായിരുന്നെങ്കിൽ 1,60,000 16,000 ഇൻറ്റു 12, 12 മാസമാണ് കിട്ടിയത്. 192 എനിക്ക് കിട്ടിയാനെ അല്ലേ, 192 എനിക്ക് കിട്ടിയാനെ. അപ്പോൾ ഈ 192രെയും 162രെയും കൂടെ കമ്പയർ ചെയ്യണം. 192രെയും 162രെയും കമ്പയർ ചെയ്യണം. ഹയർ ഏതാ? 192 ഹയർ അല്ലേ. അപ്പോൾ മൈ GAV വിൽ ബി 1,60,000. ആക്ച്വൽ ARR 1,60,000 വിൽ ബി മൈ GAV. ക്ലിയർ? അത്ര ഉള്ളൂ സംഗതി. ഇനി ഈ GAV നേരെ മുകളിലേക്ക് എടുക്കുക. ഈ GAV സെൽഫ് ഒക്യുപ്പൈഡ് ഒന്നുമില്ല, ഇവിടെ 160. യെസ്, ലെസ് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ്. മുനിസിപ്പൽ അങ്ങനെ എഴുതണ്ട, ലെസ് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ്. മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് എത്രയാണ് വരുന്നത്? 3,80,000. അതിൻ്റെ 10% മുനിസിപ്പൽ ടാക്സ്. അപ്പോൾ 38,000 മുനിസിപ്പൽ ടാക്സ്. 38,000നെ 2 വിധിച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഔട്ടിന് 19,000, സെൽഫ് ഒക്യുപ്പൈഡിന് 19,000. പക്ഷേ സെൽഫ് ഒക്യുപ്പൈഡിന് 19,000 കാണിക്കരുത്, കാണിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം NAV 0 ഹിയർ. ഇവിടെ 1,60,000 minus 19,000, that will give you 1,41,000. ഇനി ലെസ് ഡിഡക്ഷൻസ് under section 24A small a and less
സെയിം സാധനം കൊടുക്കാം. 24B എന്ന് എഡിറ്റ് ചെയ്താൽ പോരെ. 24B 24A പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അപ്പോൾ അതും കൂടി ചെയ്തേക്കാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് 30%. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് 30%. എത്ര വരും ഇവിടെ? ഇതിൻ്റെ 30%. ഇനി സെക്ഷൻ 24B പ്രകാരം എന്താണ് ഐറ്റം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ്. തൽക്കാലം IOCB എന്ന് എഴുതുന്നു. അത് എത്ര പറഞ്ഞേ? 3000 പെർ മന്ത്. 3000 പെർ മന്ത്. 3000 പെർ മന്ത് ആണത്. ദാറ്റ് ഇസ് 3000 into 12 അല്ലേ? അപ്പോൾ 3000 into 12 വീതിച്ചെടുക്കുകയാണെങ്കിൽ 3000 into 12 എന്ന് പറയുമ്പോൾ 36,000 രൂപ. 36,000 രൂപേനെ സെൽഫ് ഓക്യുപ്പൈഡ് ലെറ്റർ ഓർഡറിന് കൊടുക്കണം. ഇവിടെ 18,000, ഇവിടെയും 18,000 അല്ലേ? സോ യുവർ ഇൻകം ഓർ ലോസ്, തൽക്കാലം ILHP എന്നൊക്കെ എഴുതുക കേട്ടോ. നിങ്ങൾ ഫുൾ എഴുതണേ. ഇൻകം ഓർ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എഴുതണേ. ഈക്വൽ ടു NAV മൈനസ് ദിസ്. ഇവിടെ ലോസ് ആണ്. ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇൻകം ആണ് 8700. ക്ലിയർ? ഇപ്പം ഇങ്ങനെ എഴുതി വെച്ചു. നിങ്ങളുടെ ടേബിൾ എല്ലാം കഴിഞ്ഞു. ആൻസർ കഴിഞ്ഞിട്ടില്ല. ഈ ആൻസർ എന്തുകൊണ്ട് ആൻസർ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതറിയാമോ? ഒന്ന് തിരിച്ചു വന്നേ. ഇവിടെ എഴുതിയാൽ ഓക്കെ. യു ആർ റിക്വയർഡ് ടു അസസ് ദ കേസ്. അപ്പം നമ്മുടെ അസസ്മെൻറ്റും കൂടെ പറയണം. നമ്മുടെ അസസ്മെൻറ്റും കൂടെ ഒന്ന് പറയാം. അപ്പം ഞാനിവിടെ ടേബിൾ ഉണ്ടെന്ന് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ആൻസർ ഉണ്ട്. ഇവിടെ ടേബിൾ എല്ലാം ഉണ്ട്. ടേബിൾ എല്ലാം വെച്ച് ഇവിടെ ഇൻകം ഓർ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെത്തി. ഇനി മൈ അസസ്മെൻറ്റ് എന്ന് എഴുതിയിട്ട് മിസ്റ്റർ അഖിൽ is taxable for an amount of rupees എത്രയാണ്? 80,700. എത്രയാണ്? 80,700 മൈനസ് 18,000. അപ്പോൾ എത്ര വരും മൊത്തം? 62,700. ഓക്കെ, 62,700 taxable for an amount of rupees 62,700. അതായത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ 8700 മൈനസ് സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ 18,000. ലെറ്റ് ഔട്ട് വേണ്ട. ആസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദി അസസ്മെന്റ് ഇയർ 23-24. ക്ലിയർ? ഇത്രയുള്ളൂ സംഗതി. സിമ്പിൾ കേസ്, റൈറ്റ്? ഇത്രയുള്ളൂ. അസസ്മെൻറ്റും കൂടി എഴുതി. ആൻസർ ഇസ് ഡൺ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. യെസ്. സോ ടേക്കിംഗ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഓക്കെ. 3A. Miss Geeta, aged 46, is a manager in Sun Private Limited. She has given the details of her income for the previous year 22-23. Fine. You are required to calculate income chargeable to tax under the head salaries in the hands of Miss Geeta from the details given below. Miss Geeta does not opt to be taxed under section 115 BAC. ഈ കേസിലും 115 BAC വേണ്ടാന്നാ പറഞ്ഞത്. തൊട്ടുമ്പത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തന്നെ അറിയില്ല 115 BAC എന്തോ വേണ്ടാന്ന് പറഞ്ഞിരുന്നില്ല. മിസ്റ്റർ അഖിൽ ഡസ് നോട്ട് ഓപ്റ്റ് ടു ബി ടാക്സ്ഡ് അണ്ടർ സെക്ഷൻ 115 BAC. നമ്മൾ നോക്കാം ഓരോന്നായിട്ട്. ബേസിക് സാലറി വന്നിട്ടുണ്ട്. ഡിയർനെസ് അലവൻസ് വന്നിട്ടുണ്ട്. നോ പ്രോബ്ലം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡസ് നോട്ട് ഫോം പാർട്ട്. യെസ്. ബോണസ് എന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അത് കിട്ടുമ്പോൾ തന്നെ ഓർക്കുക. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്നുള്ള സാധനം ഡിഡക്ഷനായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഇറ്റ്സ് ഓൺലി ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ്. ഈ വ്യക്തി ഗവൺമെൻറ് എംപ്ലോയി ആണോ? അല്ല. പ്രൈവറ്റ് ലിമിറ്റഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഡിഡക്ഷൻ ഇല്ല. പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്. 50% പെയ്ഡ് ബൈ ദി എംപ്ലോയർ. അറിയാം, പ്രൊഫഷണൽ ടാക്സ് ഉണ്ടെങ്കിൽ പേ ചെയ്യുന്ന മൊത്തം നമുക്ക് ഡിഡക്ഷൻ എടുക്കാം. പക്ഷേ എംപ്ലോയർ നമുക്ക് വേണ്ടി പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർക്യൂസിറ്റി കാണിക്കണം. ഫൈൻ. പിന്നെ ഏതാ? മെഡിക്കൽ അലവൻസ് ഉണ്ട് 18,000. ഓക്കെ, ഫുള്ളി ടാക്സിബിൾ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് മിസ് ഗീത പെയ്ഡ് ബൈ ദി എംപ്ലോയർ. ഓക്കെ, ഫുള്ളി ടാക്സിബിൾ ആസ് പെർക്യൂസിറ്റ്. Corporate membership of a club, the initial fee 50,000 was paid by the employer. Miss Geeta paid the bills of her house. Yes, perquisite. Motor car owned by the employer which was provided to Miss Geeta for both official and personal use. Okay, employer na car Geethaku koduthu. Geeta used it for both official and personal. Driver was also provided. Driver name kuda koduthu. Engine cubic capacity was 1.6 liters. All the expenses are met by the employer. Owning cost, maintenance cost employer ആ മീറ്റ് ചെയ്യുന്നത്. 1600 cc മുകളിലുള്ള വണ്ടിയുടെ ഡ്രൈവറാണ്. അറിയാലോ നമുക്ക്. Laptop provided for use at home. Actual cost of laptop to employer. Children of Miss Geeta are also using the laptop at home. Laptop കൊടുത്താൽ നമുക്കറിയാലോ ടാക്സബിൾ അല്ലാന്ന്. നോൺ ടാക്സബിൾ എക്സെപ്റ്റഡ് പെർക്യൂസിറ്റ. Annual credit card fees paid by employer. Credit card is not exclusively used for official purpose. Details of usage are not available. ഈ ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അസംഷൻ കൂടെ എടുത്തിട്ട് ഈ പോയിന്റ് എടുക്കാം.
ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസ് നമുക്ക് എംപ്ലോയർ തരാണെങ്കിൽ തീർച്ചയായിട്ടും ടാക്സബിൾ ആണ്. ഫുള്ളി ഒഫീഷ്യലാന്ന് പറഞ്ഞാൽ ടാക്സബിൾ ആവില്ലായിരുന്നു, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫുള്ളി ഒഫീഷ്യൽ അല്ലാതാണ്, അപ്പോൾ ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ ഓരോ കാര്യങ്ങളായിട്ടൊന്ന് നോട്ട് ചെയ്തെടുത്താലോ. സ്റ്റാർട്ടിങ് റൈറ്റ് അവേ ഫ്രം ബേസിക് സാലറി. യെസ്, നമുക്ക് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ക്വസ്റ്റ്യൻ 3A. ഓക്കെ, മിസ് ഗീതയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എനിക്കറിയാം സാലറിയുടെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ച് നല്ല വലിയ കമ്പ്യൂട്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റ്യന് വിട്ടുപോലത്തെ സ്പേസ് പോരാ. സോ വാട്ട് ഐ വിൽ ഡൂസ്, ഇപ്പോൾ ജനറലി എന്തായിരിക്കും ചെയ്യുക, ആൻസർ പേപ്പറിൻ്റെ ഒരു സൈഡിൽ നമ്മൾ തുടങ്ങുമല്ലോ 3 എന്നുണ്ട്, ആ സൈഡ് വിട്ടിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കും. സോ ഐ ഷിഫ്റ്റ് ദ പേജ്, ആ പേജ് ഒന്ന് മറച്ചിട്ട് അടുത്ത പേജിൽ ഞാൻ വർക്കിംഗ് നോട്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഫോർ നൗ ഇത് ഞാൻ അടുത്ത പേജ് മറച്ചതാണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. വർക്കിംഗ് നോട്ട്സ്. ഓക്കെ, നമ്പർ 1 ഡീറ്റെയിൽസ് ഫ്രം ക്വസ്റ്റ്യൻ. ഇതെന്താ ഞാൻ നോട്ട് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അസസി ആരാണ്, ഏതാണ് വർഷം, എത്ര കൊല്ലം, എത്ര മാസം ജോലി ചെയ്തു എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഇവിടെ അസസി ഇസ് മിസ് ഗീത. പ്രീവിയസ് ഇയർ 22-23 ഫുള്ളി എംപ്ലോയിഡ് ആയിരുന്നു. 12 മാസം എംപ്ലോയിഡ് ആണ്, 12 months എംപ്ലോയിഡ്. ഇതെന്തിനെ എഴുതുന്നത് വെച്ചാൽ ചില ക്വസ്റ്റ്യനിൽ ആള് ജോലിക്ക് കയറിയ കൊല്ലത്തെ കേസ് പറയും. അപ്പോൾ പറയും കേസിൽ ജോലിക്ക് കയറിയത് 1/10/2022 അങ്ങനെ 10, 11, 12, 1, 2, 3 6 മാസമുള്ളൂ. 6 മാസം മിക്ക പിള്ളേരും വിട്ടുപോകും. അതായത് ഇവിടെ ആയിരിക്കും പറയുക ജോലിക്ക് കയറിയത് ഇന്ന ദിവസമാണ് കഴിഞ്ഞ കൊല്ലത്തെ കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അപ്പോൾ ആ 6 മാസം വിട്ടുപോകും. 6 മാസം വിട്ടുപോകുമ്പോൾ എന്ത് പറ്റും, ഈ ബേസിക് സാലറി ഇതെല്ലാം ഒരു കൊല്ലത്തേക്കുള്ളത് മൊത്തം കമ്പ്യൂട്ട് ചെയ്ത് വയ്ക്കും. ഒരു കൊല്ലം വേണ്ടല്ലോ. യെസ്, അപ്പോൾ കമ്മിങ് ബാക്ക്, ബേസിക് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തു. ഇനി വേറൊന്നും നോട്ട് ചെയ്യാനില്ല. ഇനി ഞാൻ നോട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് തുടങ്ങുന്നത്. ക്വസ്റ്റ്യനിലുള്ള ഡേറ്റയിൽ നിന്നും എന്തൊക്കെ ബേസിക് ഐറ്റംസ് ഉണ്ട്, എന്തൊക്കെ അലവൻസ് ഉണ്ട്, എന്തൊക്കെ പെർക്വിസിറ്റ് ഉണ്ട്, അത്രയും നോട്ട് ചെയ്തെടുക്കുക. ഞാൻ നോട്ട് ചെയ്തെടുക്കാൻ പോണ്. ബേസിക് സാലറി, ഓക്കെ, അത് ബേസിക് പേ, അതൊരു ബേസിക് ഐറ്റമാണ്. DA അലവൻസ് ആണെങ്കിൽ നമ്മളത് ബേസിക് ഐറ്റത്തിനോട് തന്നെ കൺസിഡർ ചെയ്യുക. DA ബോണസ് ബേസിക് ഐറ്റമാണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, അത് അലവൻസ് ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ ദി എംപ്ലോയറും എംപ്ലോയിയും ഉണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ടാക്സ് പെർക്വിസിറ്റിലുണ്ട്. PT 50% ഉണ്ട്. ഓക്കെ, ഡിഡക്ഷനും കൂടെ നോട്ട് ചെയ്യണേ. അവിടെ പ്രൊഫഷണൽ ടാക്സ് വന്നു. യെസ്, മെഡിക്കൽ അലവൻസ് വന്നു. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, യെസ്, LIC പ്രീമിയം, യെസ്, ടാക്സബിൾ ആണ്. കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഓഫ് എ ക്ലബ്, ദി ഇനീഷ്യൽ ഫീ ഓഫ് 50,000 വാസ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. മിസ് ഗീത പെയ്ഡ് ദ ബിൽസ് ഫോർ യൂസ് ഓഫ് ക്ലബ് ഫെസിലിറ്റീസ്. കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ആണെങ്കിൽ നമുക്കറിയാം ഇനീഷ്യൽ ഫീ ടാക്സബിൾ അല്ല, ഇനീഷ്യൽ ഫീ ടാക്സബിൾ അല്ല. അപ്പോൾ നമുക്കിവിടെ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ക്ലബ് എന്ന് എഴുതാം, ബട്ട് എക്സംപ്റ്റ് ആണ്, നമുക്കതറിയാം. നെക്സ്റ്റ്, മോട്ടോർ കാർ, യെസ്, കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഇവിടെ എല്ലാവരും ഉണ്ട്, ഇത് പെർക്വിസിറ്റിലാണ് വരുന്നത്. ക്ലബ് എന്ന് മാത്രം എഴുതാം, ക്ലബ് എക്സംപ്റ്റ്. പിന്നെ മോട്ടോർ കാർ മോർ ദാൻ 1.6 liters, 1.6 liter മുകളിൽ വിത്ത് ഡ്രൈവർ. ഓക്കെ, പിന്നെ എന്താ ഇരിക്കുന്നത്, ലാപ്ടോപ്പ് എക്സംപ്റ്റ് ആണ്, പക്ഷെ നമ്മളത് കാണിക്കുന്നു. ലാപ്ടോപ്പ്. ആനുവൽ ക്രെഡിറ്റ് കാർഡ് ഫീസ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് നോട്ട് ഓൺലി ഫോർ ഒഫീഷ്യൽ ബട്ട് ബോത്ത് ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ. ഈ ക്വസ്റ്റ്യൻ അപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ എനിക്ക് എന്തൊക്കെ ഐറ്റംസ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഒരു 3 ബേസിക് ഐറ്റംസ് ഉണ്ട്. 3 അലവൻസ് വരുന്നുണ്ട്. 1, 2, 3, 4, 5 പെർക്വിസിറ്റ് വരുന്നുണ്ട്. യെസ്, മൊത്തം 3, 3, 6, 5, 11 ഐറ്റംസ് ആണ് എൻ്റെ ഗ്രോസ് സാലറിയിൽ വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ആൻസർ അതിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്യാൻ തുടങ്ങും. സോ എൻ്റെ ആൻസർ സ്ട്രക്ചർ ചെയ്ത് തുടങ്ങാൻ പോവാം. ഫോർ നൗ ഇത് വർക്കിംഗ് നോട്ടാണെന്നും പറഞ്ഞ് അല്ലാതെ നമുക്ക് എക്സൽ ചെയ്യാം. ആൻസർ ലെറ്റ്സ് ഡു ഇൻ എക്സൽ ഫയൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഹെഡിങ് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചതാ. കമ്പ്യൂട്ടേഷൻ of taxable salary of Miss Geeta for the assessment year 2023-24. Correct. Particulars, outer amount column, inner amount column if necessary, and in bracket in rupees. തുടങ്ങാലോ. ബേസിക് പേ എത്രയായിരുന്നു ബേസിക് പേ പറഞ്ഞത്? Basic pay was 7,20,000. 7,20,000. പിന്നെ DA തന്നിരുന്നു. ദിസ് ഇസ് നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. അത് എത്രയാ പറഞ്ഞേ? 1,44,000. 1,44,000. പിന്നെ തന്നത് എന്തായിരുന്നു? ബോണസ് 2,52,000.
പിന്നെ തന്നെന്തായിരുന്നു എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഓക്കെ, ഇനി അലവൻസുകളിലേക്ക് കിടക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഐഡിയ ചെയ്യുന്ന ഒരു ലൈൻ അങ്ങോട്ട് ഞാൻ വിടും. എന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ചെയ്തു. നിർബന്ധമില്ലാതെ ലൈൻ വിടുന്നത്, പക്ഷേ ദാറ്റ്സ് ജസ്റ്റ് മൈ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് എഴുതി ഒരു ലൈൻ അങ്ങോട്ട് വിട്ടു. ആൻഡ് ദാറ്റ് വുഡ് ബി എത്രയാണ്? 9,000 ഫുള്ളി ടാക്സിബിൾ, നോ ഡൗട്ട് ദർ. പ്രൊഫഷണൽ ടാക്സ്, അത് പെർക്വിസിറ്റി പോകേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് നേരത്തെ നോട്ട് ചെയ്ത എൻ്റെ ഇതിൽ നിന്ന് എനിക്കറിയാം 3 അലവൻസാണ് ഉള്ളത്. 3 അലവൻസിൻ്റെ സ്പേസ് അങ്ങോട്ട് വിട്ടു ഞാൻ. ഇനി പ്രൊഫഷണൽ ടാക്സ് എഴുതി. പ്രൊഫഷണൽ ടാക്സ് എത്ര വരുന്നത്? 4,000. സോറി 4,000. പിന്നെന്താ വരുന്നത്? മെഡിക്കൽ അലവൻസ് 18,000 ഫുള്ളി ടാക്സിബിൾ. ഫുള്ളി ടാക്സിബിൾ അല്ല, മെഡിക്കൽ അലവൻസ് സ്പെല്ലിംഗ് തെറ്റിപ്പോയി. 18,000 കറക്റ്റ്. പിന്നെന്താ ഉള്ളത്? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് മിസ് ഗീത പെയ്ഡ് ബൈ ദി എംപ്ലോയർ. LIC പ്രീമിയം പെയ്ഡ് ബൈ ദി എംപ്ലോയർ, അത് പെർക്വിസിറ്റ് ബൈ എംപ്ലോയർ. എത്രയായിരുന്നു എമൗണ്ട്? എമൗണ്ട് വാസ് 26,000. ഓക്കെ, പിന്നെന്താ ഉണ്ടായത്? Corporate membership of a club. The initial fee of 50,000 was paid by the employer. Miss Geeta paid the bills for her use. Okay. Corporate membership fee. Okay. ഒന്നും taxable ആവില്ല. Okay. And what I'm going to do here is ഇവിടെ ഒരു നോട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഫോർമാറ്റ് ചെയ്തപ്പോൾ പറയാൻ വിട്ടുപോയി. Always have a note column as well. എപ്പോഴും നോട്ട് കോളം വേണം. Working note 2. 1 ഞാൻ ഡീറ്റെയിൽസ് എടുത്തില്ലേ. So I'm just going to take this note for ഈ പറഞ്ഞ കണക്കിന് കോർപ്പറേറ്റ് മെമ്പർഷിപ്പിൻ്റെ കാര്യം എഴുതാനായിട്ട്. എൻ്റെ അവിടെ വർക്കിംഗ് നോട്ടിൽ ഞാൻ എഴുതും. വർക്കിംഗ് നോട്ട് 2 ഞാൻ എഴുതും. കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ടു എ ക്ലബ് is a perquisite, but the initial fee paid by employer is not taxable. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെഴുതി ക്ലോസ് ചെയ്തു. നെക്സ്റ്റ്, മോട്ടോർ കാർ ഓൺഡ് ബൈ ദി എംപ്ലോയർ. ഓക്കെ, ഇനി കാറിൻ്റെ കേസ് വരാം. അപ്പോൾ അതിന് വർക്കിംഗ് നോട്ട് 3 ഞാൻ ഒപ്പം തന്നെ ഓപ്പൺ ചെയ്യുക. മോട്ടോർ കാറിൻ്റെ കേസ് വരാം. മോട്ടോർ കാർ. നൗ ദിസ് ഇസ് ഓണിംഗ് കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും രണ്ടും എംപ്ലോയർ. അപ്പോൾ നമ്മൾ ആദ്യം കാറിൻ്റെ കാറ്റഗറി നോക്കി, ഓണിങ്ങും മെയിൻ്റനൻസ് ആരാന്നുള്ളത്. രണ്ടും എംപ്ലോയറാണ്. ഇനി കാറിൻ്റെ കാറ്റഗറിയിൽ നിന്ന് യൂസിലേക്ക് പോവുക. യൂസസ് ഒഫീഷ്യൽ പ്ലസ് പേഴ്സണൽ, അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ നോക്കട്ടെ. വിച്ച് ഇസ് പ്രൊവൈഡഡ് മിസ് ഗീത ബോത്ത് ഫോർ ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ യൂസ്. യെസ്, രണ്ട് പർപ്പസിനും കൂടെ കൊടുത്തേക്കണേ. അപ്പം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കാറിൻ്റെ വാല്യൂ തീരുമാനിക്കുക? ഒരു സ്റ്റാൻഡേർഡ് റേറ്റിൻ്റെ ബേസിസിലാണ്. 1,600 ലിറ്ററോ അതിന് താഴെയോ ആണെങ്കിൽ 1,800 റുപ്പീസും, 1,600 ലിറ്ററിന് മുകളിൽ, അത് 1,600 സി സിക്ക് മുകളിലാണെങ്കിൽ 2,400 രൂപയും. ഇപ്പോൾ ഹിയർ ഇറ്റ് വിൽ ബി 2,400 പെർ മന്ത്. പക്ഷെ ഇവിടെ ഡ്രൈവറിനെയും കൂടെ കൊടുത്തു, അപ്പോൾ ഒരു 900 പെർ മന്തും കൂടെ കയറും. അപ്പോൾ മൊത്തം 3,300 പെർ മന്താണ് മോട്ടോർ കാറിൻ്റെ വാല്യൂ. ശരിയല്ലേ? അപ്പോൾ ഈ വർക്കിംഗ് നോട്ട് 3 കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് വെച്ച് ഞാനിവിടെ മോട്ടോർ കാർ 3, ദാറ്റ് ഇസ് 3,300 ഇൻറ്റു 12 അല്ലേ? അപ്പോൾ 3,300 മാത്രം എഴുതി നിർത്തരുത്. സോ വാല്യൂ ഓഫ് ദ പെർക്വിസിറ്റ് അല്ലെങ്കിൽ പെർക്വിസിറ്റ് വാല്യൂ ഈക്വൽസ് 3,300 ഇൻറ്റു 12, അത്ര 39,600. ഇങ്ങനെ വേണം എഴുതാൻ. ക്ലിയർ? നൗ ലാപ്ടോപ്പ് പ്രൊവൈഡഡ് ഫോർ യൂസ് അറ്റ് ഹോം. ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലാപ്ടോപ്പ് ടു എംപ്ലോയർ 50,000. ഓക്കെ, ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലാപ്ടോപ്പ് ടു എംപ്ലോയർ 50,000. ലാപ്ടോപ്പ് അത് പ്രൊവൈഡ് ചെയ്താൽ നമുക്കറിയാം നോട്ട് ടാക്സിബിൾ. കറക്റ്റ്? അപ്പോൾ അതിന് വർക്കിംഗ് നോട്ട് 4 ഞാൻ കാണിക്കും. വർക്കിംഗ് നോട്ട് 4, ലാപ്ടോപ്പ് പ്രൊവൈഡഡ് ഇസ് an exempted perquisite. ടാക്സബിൾ അല്ല. ക്ലിയർ? യെസ്. ഇനി ഇവിടെ അടുത്തായിട്ട് ഇതിലേക്ക് കൂടെ പോവാം. ദാറ്റ് ഇസ് ദ ലാസ്റ്റ് വൺ ഐ പ്രിസ്യൂം. ആനുവൽ ക്രെഡിറ്റ് കാർഡ് ഫീസ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. തീർച്ചയായിട്ടും ടാക്സബിൾ ആയിട്ടുള്ള കാര്യമാണത്.
annual credit card fees paid by the employer. അത് എത്രയായിരുന്നു വരുന്നത്? 7,000 രൂപ. 7,000 rupees is taxable. വേണമെങ്കിൽ അതിനും വർക്കിംഗ് നോട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാം എടുത്തില്ലേ? 3 ബേസിക് ഐറ്റംസ്, 3 അലവൻസ് ഉണ്ടായില്ലേ? 3 അലവൻസ് ഉണ്ടായില്ലോ, നോട്ട് ചെയ്തില്ല. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, LIC അലവൻസ് ആയിരുന്നില്ല, LIC പെർക്വിസിറ്റ് ആണ്. LIC പെർക്വിസിറ്റ്. ഇപ്പോൾ 2 അലവൻസ്, 1, 2, 3, 4, 5, 6 പെർക്വിസിറ്റ് ആണ്. നോക്കട്ടെ, അപ്പം അങ്ങനെയാണ് ഈ ഓക്കെ 6 പെർക്വിസിറ്റ് ഓക്കെ. 1, 2, 3, 4, 5, 6. യെസ്, കറക്റ്റ്. എല്ലാം തന്നെ നമ്മളെടുത്തു. ഗ്രോസ് സാലറി വല്ല ഐറ്റംസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. കറക്റ്റ്. ഗ്രോസ് സാലറി വല്ല ഐറ്റംസ് എല്ലാം എടുത്തു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ദിസ് ഇസ് എ പോയിന്റ് വേർ യു ഷുഡ് ചെക്ക് യുവർ ആൻസർ. ഇവിടെ ചെക്ക് യുവർ ആൻസർ. ടോട്ടൽ ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് യുവർ ആൻസർ. ഓക്കെ, ചെക്ക് യുവർ ആൻസർ. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ ഐറ്റം ഓരോന്നായിട്ട് നമ്മളെടുത്ത് കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു ചെറിയൊരു സാധനം വിട്ടിട്ടുണ്ട്. ദാറ്റ്സ് പെർപ്പസ്ഫുള്ളി ഞാനത് കാണിച്ചു തരാൻ വേണ്ടി തന്നെ വിട്ടൊരു കാര്യമാണ്. ഐ ഷോ യു. നമുക്ക് ക്വസ്റ്റിനിലേക്ക് ഒന്ന് പോവാം. ബേസിക് എത്രയാ? 7,20,000. Is that correct? That is correct. Dearness allowance എത്രയാ? 1,44,000. Correct. Bonus എത്രയാ? 2,52,000. Correct. Entertainment allowance എത്രയാ? 9,000. Correct. Professional tax 4,000. 50% paid by the employer. Yes, കണ്ടോ, ഇതാണ് മിസ്റ്റേക്ക് വന്നത്. പ്രൊഫഷണൽ ടാക്സ് 4,000 മൊത്തം, പക്ഷേ 50% എംപ്ലോയർ പേ ചെയ്തിട്ടുള്ളൂ. 50% ടാക്സബിൾ ആയ പോരായിരുന്നോ? സോ ഇവിടെ 4,000 വരേണ്ട ആവശ്യമില്ല. ഇവിടെ 4,000ന്റെ പകുതി വന്നാൽ മതി. അത് 50% വന്നാൽ മതി, ഇൻറ്റു 50% വന്നാൽ മതി. അത് പകുതി തന്നെ 2,000. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ എന്നും കൂടെ കൊടുക്കുക. പെയ്ഡ് ബൈ എംപ്ലോയർ. ഓക്കെ, പ്രോബ്ലം സോൾവ്. ഇനി അടുത്ത നോക്കാം. മെഡിക്കൽ അലവൻസ് 18,000. ഓക്കെ, കറക്റ്റ് ആണ്. മെഡിക്കൽ അലവൻസ് 18,000 കറക്റ്റ് ആണ്. ഇതിലിപ്പോൾ കറക്റ്റായി. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ഗീത പെയ്ഡ് ബൈ ദി എംപ്ലോയർ 26,000. ഓക്കെ, LIC പ്രീമിയം പെയ്ഡ് 26,000. നോ ഡൗട്ട് there. Corporate membership of the club not taxable. Correct. Motor car 2,400 plus 900, 3,300 into 12, 39,600. Correct. Laptop, the laptop provided for use at home. Yes, exempt ആണ്. Correct. Annual credit card fee 7,000. Every single item here is now correct. Okay. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഗ്രോസ് സാലറി കണ്ടുപിടിക്കാം. Okay. So my gross salary would be sum of everything above. Yes. 121,7,600. ഇനി ഇതിൽ നിന്നും I can reduce less deductions under section 16. അല്ലേ? അതിൽ 16 1A ഉണ്ട്, 16 1A ഉണ്ട്, 1A small 1A, that is standard deduction. Standard deduction എത്രയാ? 50,000. കറക്റ്റ്. അപ്പോൾ ഇന്നർ അമൗണ്ട് കോളത്തിൽ എഴുതാൻ പോവുക. 50,000 ഓർ ഗ്രോസ് സാലറി വിച്ച് ഇസ് ലെസർ എന്നാണല്ലോ. ഗ്രോസ് സാലറിന് പേര് കൊടുത്തില്ല അല്ലേ? ദിസ് ഇസ് ഗ്രോസ് സാലറി. പിന്നെ 16(2) എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ കിട്ടില്ല. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട്, പക്ഷെ അതിവിടെ കിട്ടില്ല. കാരണം എന്താ? ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി അല്ല, ആറ് 0 ആണ്. വേണമെങ്കിൽ വർക്കിംഗ് നോട്ട് കൊടുത്തിട്ട് കാണിക്കാം. ആൻഡ് 16(3) പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ്, അത് മൊത്തം പെയ്ഡ്, മൊത്തം നമുക്ക് പറയാം 4,000. അപ്പോൾ ഇവിടെ പുറത്തേക്ക് വരേണ്ടത് ഇസ് 54,000. യെസ്. സോ യുവർ taxable salary is 1,21,000. This, what are that figures? 1,21,000, 12,17,600 minus 54,000. It's 11,63,600. This is the answer. സിമ്പിൾ ആൻഡ് ഈസി അല്ലേ? ഭയങ്കര ഈസി സംഗതിയായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ്. ഈസി ആയിട്ടത് കഴിഞ്ഞു. വൃത്തിയായിട്ട് നമ്മൾ എഴുതി. ഇനി ആ ടേബിളൊക്കെ കൃത്യമായിട്ട് വരയ്ക്കുക. എമൗണ്ട് കോളത്തിനും എല്ലാത്തിനും നന്നായിട്ട് ഹെഡിങ്ങിനൊക്കെ തിക്കായിട്ട് തന്നെ വേണമെങ്കിൽ ഇവിടെ വര കൊടുക്കുക. വേണമെങ്കിൽ കൊടുത്ത നിർബന്ധമില്ല, അത് കൊടുത്താൽ എത്തി വൃത്തിയായിരിക്കും ആൻസർ കാണാൻ. അങ്ങനെ കൊടുത്ത് ക്ലോസ് യുവർ ആൻസർ. ആൻഡ് എപ്പോഴും ആൻസർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് യുവർ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ അസസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞേക്കണേ ഇവിടെ? യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദി ഇൻകം ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദ ഹെഡ് ഓഫ് ആൻസർ ഫ്രം ദ ഡീറ്റെയിൽസ് ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. ഗീത ഡസ് നോട്ട് ഓപ്റ്റ് ഫോർ ഓപ്ഷൻ. ഓക്കെ, 115 BSc എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലൈനായിട്ടായിട്ട് കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഭംഗിയായി ആൻസറിന് ഒരു ലൈനായിട്ട് എഴുതുക. ദ ടാക്സിബിൾ സാലറി ഓഫ് മിസ് ഗീത ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 23-24 is rupees whatever നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3B. Discuss with reason the quantum of deduction allowable under section chapter 6A of the Income Tax Act in respect to the following case. Okay, ഇതിൽ ഏതിനൊക്കെ ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളതാണ്.
അല്ല, ആദ്യത്തെ ബാലു പെയ്ഡ് 60,000 ടുവേർഡ്സ് ട്യൂഷൻ ഫീ ഫോർ ഹിസ് ബ്രദേഴ്സ് സൺ ഹൂ ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ഹിം. 80C പറയുന്നുണ്ട് നമ്മുടെ മക്കളുടെ 2 കുട്ടികളുടെ ഇന്ത്യയിലുള്ള ഫുൾ ടൈം എഡ്യൂക്കേഷന് വന്നേക്കണ എഡ്യൂക്കേഷൻ ഫീസ് നമുക്ക് എടുക്കാമെന്ന്. ബ്രദറിന്റെ മക്കളുടെ എടുക്കാൻ പറ്റുമോ, ഈവൻ ഇഫ് ദേ ആർ ഡിപ്പെൻഡന്റ്, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. അപ്പോൾ ഐ അസ്യൂം ദാറ്റ് ഇവിടെ ഒന്നും ഇല്ല, ജസ്റ്റ് ഫോർ ഓൺ ചിൽഡ്രൻ. ബ്രദറിന്റെ മക്കൾക്ക് പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 80C പ്രകാരം നോ ഡിഡക്ഷൻ വിൽ ബി അലൗഡ് ഫോർ ഡൊണേഷൻ, സോറി നോട്ട് ഡൊണേഷൻ, ട്യൂഷൻ ഫീസ് പെയ്ഡ് ഫോർ ബ്രദേഴ്സ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നോ ഡിഡക്ഷൻ. നെക്സ്റ്റ് വൺ, ദിനകർ ഇൻകേർഡ് 70,000 ടുവേർഡ്സ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഓഫ് ഹിസ് മദർ. യെസ്, മദറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ് എന്ന് നമ്മുടെ 80DDB സെക്ഷനിൽ കണ്ടാണ് നമ്മുടെയോ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയോ മെഡിക്കൽ എക്സ്പെൻസസ്, ഇങ്ങനെ ക്യാൻസർ, പല അസുഖങ്ങൾ, അതിൻ്റെയൊക്കെ ഹോസ്പിറ്റൽ ചിലവ് വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ആൻഡ് അവിടെ പറഞ്ഞ ജനറലി 40,000 ആണ്. 60 വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ, 60 വയസ്സിന് മുകളിലാണെങ്കിൽ 1 ലക്ഷം വരെ ഡിഡക്ഷൻ പോകാം. അപ്പോൾ ഇറ്റ് വിൽ ബി, ഇവിടെ എത്ര 60 വയസ്സിന് മുകളിൽ പോയല്ലോ, അപ്പോൾ 1 ലക്ഷം വരെ പോകാം. ആക്ച്വലി എത്രയാണ്? 70,000. സോ 70,000 or 1 lakh, whichever is lower, 70,000 you can claim as deduction under section 80DDB. Next one, Ilango repaid 30,000 of educational loan and interest of 12,000 taken from SBI for his son's engineering course in IIT Kanpur. ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എവിടെ വരുന്നത്? 80E to EEBയിലേക്കാണ് വരുന്നത്. അതിൽ 80E ആണ് എഡ്യൂക്കേഷണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അല്ലേ. ഇപ്പം നമ്മുടെ പിള്ളേരുടെ റിലേറ്റീവ്സിനെ കാണിച്ചിട്ടുണ്ട് ആരുടെയൊക്കെ ഇൻട്രസ്റ്റ്, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് പേ ചെയ്യാനുള്ളത്. അവിടെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ്റെ എടുക്കാമെന്നാണ് തോന്നുന്നത്. അതെ, അവിടെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ എടുക്കാമെന്നായിരുന്നു നോട്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ജസ്റ്റ് ക്രോസ് വെരിഫൈ ചെയ്തോളൂ നിങ്ങൾ. ഇപ്പോൾ ഇവിടെ മകൻ്റെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തത് പേ ചെയ്തത് 30,000 പലിശയും അല്ല മുതലും 12,000 പലിശ എന്ന് പറഞ്ഞത്. 12,000 പലിശ മൊത്തം നമുക്ക് ഡിഡക്ഷൻ എടുക്കാം. മുതൽ ഡിഡക്ഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. മുതൽ തൊടാൻ പറ്റില്ല. കാരണം മുതൽ ഫീസ് പെയ്ഡ് എന്നും പറഞ്ഞിട്ട് 80Cയിൽ നമ്മൾ ഡിഡക്ഷൻ എടുക്കും. നെക്സ്റ്റ്, Fatima borrowed 25 lakh for purchase of electric vehicle from SBI and repaid 2 lakh towards loan and 1,70,000 towards interest. ഇലക്ട്രിക് വെഹിക്കിളിന് ലോൺ എടുത്തു, അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ 80EEB പ്രകാരം എടുക്കാമല്ലോ. തീർച്ചയായിട്ടും എടുക്കാം. മാക്സിമം എത്ര? 1.5 ലക്ഷം. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ B3B is very simple 4 marks. വെരി സിമ്പിൾ 4 marks. സെക്ഷൻസ് കോട്ട് ചെയ്യുക, കേസ് കോട്ട് ചെയ്യുക, എത്ര ഡിഡക്ഷൻ കിട്ടുന്നുള്ളത് എഴുതുക. ഓക്കെ, അത്രേ വരുന്നുള്ളൂ അവിടെ. അടുത്തിലേക്ക് പോകാലോ. Yes, Mr. Mahesh, a resident and ordinarily resident in India, has derived the following incomes for the year ended 31st March 2023. Number 1, income from sale of tea grown and manufactured in Darjeeling. Okay. Income from sale of coffee grown and cured in Mangalore. Okay. Income from sale of coffee grown, cured, roasted and grounded in Bangladesh. Sale consideration was received in Mumbai. Okay. Income from sapling and seedling grown in a nursery in Mumbai. Basic operations were not carried by him. Okay. Income from sale of centrifuged latex processed from rubber plants grown in Kerala. You are required to calculate the total business income and agricultural income of Mr. Mahesh for the assessment year 2023-24. Mr. Mahesh does not opt to be taxed under section 115 BAC. ഇത് കുറച്ച് യൂണീക്കാണല്ലോ. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 3 അസസ്മെൻറ്റ്, അത് 3-നും 115 BAC വേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2016 സിലബസിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 115 BAC വേണമെന്ന് പറഞ്ഞെടുത്തിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇതെന്തായാലും നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. അപ്പം ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗോ ടു മൈ ആൻസർ പേപ്പർ. ആൻസർ പേപ്പറിലേക്ക് പോവാം. ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ ഏതാ? 4A. അതിൽ 4Aയുടെ 1 ആണിത്. അതിൽ ഓൾസോ പ്ലീസ് നോട്ട്, ഇത് ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ 4A1 എന്നൊക്കെ എഴുതണുള്ളൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുന്നത് അതിൻ്റെ ഹൗ ടു റൈറ്റ് യുവർ ആൻസർ എന്നുള്ള വീഡിയോയിൽ കാണാം. ഓക്കെ, ഇപ്പോൾ സെയിൽ ഓഫ് ടീ ഇൻ ഡാർജിലിംഗ്, അപ്പോൾ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് നോട്ട് തന്നെ ഞാൻ കൊടുക്കുകയാണ് ഇവിടെ. അതിൽ 1 ഡീറ്റെയിൽസ്, അതിൽ ഇൻകംസ് എന്തൊക്കെയാണെന്ന് എഴുതാൻ പോവാ. അതിൽ അഗ്രികൾച്ചറൽ ഇൻകം, ബിസിനസ് ഇൻകം സ്പ്ലിറ്റും കൂടെ എഴുതാൻ പോവാ. അഗ്രികൾച്ചറൽ ഇൻകം, ബിസിനസ് ഇൻകം സ്പ്ലിറ്റും കൂടെ എഴുതാൻ പോവാ. ആദ്യത്തെ സെയിൽ ഓഫ് ടീ അല്ലേ. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം എത്ര വരും? 60%. ബിസിനസ് ഇൻകം എത്ര വരും? 40%. ഉറപ്പായിട്ടറിയാവുന്ന കാര്യമാണ്. ഇൻകം ഓഫ് സെയിൽ ഓഫ് കോഫി ഗ്രോൺ ആൻഡ് ക്യോർഡ് ഇൻ മാംഗ്ലൂർ. കോഫിയാണ് ഗ്രോയിങ്ങും ക്യോറിങ്ങും മാത്രമേ ഉള്ളൂ. ഗ്രോയിങ്ങും ക്യോറിങ്ങും മാത്രമുള്ള കോഫി. അപ്പോൾ ഗ്രോ ആൻഡ് ക്യോർ കോഫി അത് എത്ര വരും? 60-40 ആണോ? അടുത്തത് വരണത് എന്താ? അടുത്ത കൂടെ ഞാൻ എഴുതിയേക്കാം. ഗ്രോയിങ്, ക്യോറിങ്, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ബംഗ്ലാദേശ്. ഓക്കെ, ഇത് ഗ്രോയിങ്, ക്യോറിങ്, ഗ്രൗണ്ടഡ് ആൻഡ് റോസ്റ്റിംഗ് കോഫി, പക്ഷേ ഔട്ട്സൈഡ് ഇന്ത്യ. യെസ്, അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? നമുക്ക് നോക്കിയാലോ ഒന്ന്. കോഫിയുടെ കാര്യത്തിൽ നമുക്കറിയാം, സാധാ ഗ്രോയിങ്ങും ക്യോറിങ്ങും ആണെങ്കിൽ, ഗ്രൗണ്ടിങ്ങില്ല ഗ്രോയിങ്ങും ക്യോറിങ്ങും ആണെങ്കിൽ 75-25 എന്ന് പറഞ്ഞാൽ വരിക.
ഇതിപ്പോൾ ഇന്ത്യ തന്നെ ചെയ്താൽ മാംഗ്ലൂർ ചെയ്തതല്ല, അത് അങ്ങനെ തന്നെ വരും. നെക്സ്റ്റ് കേസിൽ ഗ്രോവിങ്, ക്യൂറിങ്, ഗ്രൗണ്ടിങ്, റോസ്റ്റിംഗ് ആണെങ്കിൽ ചായ പോലെ തന്നെ 60-40 എന്ന് പറഞ്ഞാൽ വരണ്ടേ. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നം, ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള അഗ്രികൾച്ചറൽ ഇൻകം അത്. ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള അഗ്രികൾച്ചറൽ ഇൻകം ഇന്ത്യക്ക് അഗ്രികൾച്ചറൽ ഇൻകം ആണോ? അല്ലല്ലോ. ഇൻകം ടാക്സ് കൃത്യമായി പറയുന്നുണ്ട് അഗ്രികൾച്ചറൽ ഇൻകം ഇന്ത്യ എന്നുള്ളതായിരിക്കണം. അപ്പോൾ ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഫുൾ 100% ബിസിനസ്സിലേക്ക് പോകും, ടാക്സബിൾ ആകും. ഓക്കെ. നെക്സ്റ്റ്, ഇൻകം ഫ്രം സാപ്ലിംഗ് ആൻഡ് സീഡ്ലിംഗ് ഗ്രോൺ ഇൻ നഴ്സറി അറ്റ് മുംബൈ, ബേസിക് ഓപ്പറേഷൻസ് വെയർ നോട്ട് ക്യാരിഡ് ഔട്ട് ബൈ ഹിം. നഴ്സറി നടത്തുകയാണെങ്കിൽ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫുള്ളി എക്സംപ്റ്റ് ആണ്, അതായത് അഗ്രികൾച്ചർ ഇൻകമായിട്ട് കാണാമെന്ന് പറഞ്ഞത്. പ്രൊവൈഡഡ് ഈ വ്യക്തി നഴ്സറിയിൽ ഈ ബേസിക് ഓപ്പറേഷൻ ചെയ്തു, അത് ചെടി നട്ട് വളർത്തി അത് വളർന്ന് ഒരു ചട്ടിയിലാക്കി വിൽക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ അയാളൊന്നും ചെയ്യണില്ല, ഇയാളൊരു ചെടി മേടിച്ച് ചെടി വിൽക്കുക. അഗ്രികൾച്ചർ ഇൻകം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം നഴ്സറിയുടെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ഇൻ ബിസിനസ് ഇൻകം, 100% വിൽ ഗോ ദെയർ. നെക്സ്റ്റ് എന്താ? ഇൻകം ഫ്രം സെയിൽ ഓഫ് സെൻട്രിഫ്യൂഗ്ഡ് ലേറ്റക്സ് പ്രോസസ്ഡ് ഫ്രം റബ്ബർ പ്ലാന്റ്സ് ഗ്രോൺ ഇൻ കേരള. ഓക്കെ, റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട്, അവിടെ നിന്ന് പാലെടുത്ത് ലേറ്റക്സ് ആക്കി വിൽക്കുന്നു, അതിന് നമുക്കറിയാം അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ഭാഗമുണ്ട്, ദാറ്റ് ഇസ് 65 ആൻഡ് മറ്റേത് ബിസിനസ് ഇസ് 35. നിങ്ങളെന്താ വേണ്ടേ? നിങ്ങളുടെ ആൻസറിൽ ഒരു ടേബിൾ വരയ്ക്കുക, ടേബിൾ വരച്ചിട്ട് ഓരോരോ ഇൻകം കാണിക്കുക, അഗ്രികൾച്ചർ ഇൻകം, ബിസിനസ് ഇൻകം എന്ന് കാണിക്കുക. എന്നിട്ട് സെയിൽ ഓഫ് ടീ 60% അഗ്രികൾച്ചർ, 40% ബിസിനസ്സിൽ. കോഫി 75-25, ഗ്രോയിങ്, ക്യൂറിങ്, റോസ്റ്റ് ബംഗ്ലാദേശ് മൊത്തം ഇവിടെ, നഴ്സറി മൊത്തം ഇവിടെ, റബ്ബർ 65-35 സ്പ്ലിറ്റായി കാണിക്കുക. ടോട്ടൽ എടുക്കുക, ടോട്ടൽ അഗ്രികൾച്ചറൽ ഇൻകം കാണിക്കുക, ടോട്ടൽ ബിസിനസ് ഇൻകം കാണിക്കുക, എന്നിട്ട് അടിയിൽ ലൈനും കൂടെ എഴുതുക. amount of income taxable in India is ഈ ബിസിനസ് ഇൻകത്തിന് അടിയിലത്, ആൻഡ് amount of income exempted in India as agricultural income എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഫിഗറും കൂടി എഴുതുക. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇത് ഞാൻ 60, 40, 75, 20 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ, കാൽക്കുലേറ്റർ വർക്കല്ലേ, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അടുത്ത ദിവസത്തിലേക്ക് പോകാം നമുക്കെന്നാ. Yes, briefly explain the cases where a return of loss has to be filed on or before due date specified under section 139(1) of Income Tax Act 1961 for carry forward of loss. ലോസ് മുമ്പിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ റിട്ടേൺ ഓഫ് ലോസ് നിർബന്ധമായും പ്രിപ്പയർ ചെയ്യേണ്ട ഏതൊക്കെ കേസിലാണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 100% തിയറി ഏരിയയാണിത്. ലോസ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കേസുകൾ, നിർബന്ധമായും ലോസ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കേസുകളാണ് ഇവർ ചോദിച്ചേക്കണേ. കമ്പൽസറി ആക്കണ കേസുകൾ എവിടേക്കാണ് കമ്പൽസറി ആയിരിക്കുന്നത്? ഒന്ന്, PGBP ലോസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഈ PGBPയിൽ സ്പെക്യുലേഷൻ ആയിക്കോട്ടെ, സ്പെക്യുലേഷൻ PGBP ആയിക്കോട്ടെ, സ്പെസിഫൈഡ് ബിസിനസ് ആയിക്കോട്ടെ, സ്പെസിഫൈഡ് ബിസിനസ് പറഞ്ഞാൽ 35AD വരുന്ന ബിസിനസ് ആയിക്കോട്ടെ, നിർബന്ധമായും ബിസിനസ്സിൽ നിന്നുള്ള നഷ്ടമാണോ, സ്പെക്കുലേഷനിലായി സ്പെസിഫൈഡ് ആയാലും ശരി, ക്യാരി ഫോർവേഡ് ചെയ്യണോ, ലോസ് റിട്ടേൺ ഫയൽ ചെയ്യണം. 4, ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ആണെങ്കിൽ ലോസ് അണ്ടർ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ്, എന്തൊരു പേന വരാത്തെ, അണ്ടർ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ്. ആൻഡ് ഫൈനലി 5, ലോസ് ഫ്രം മെയിൻറ്റെയിനിങ് റൈസോഴ്സസ്, ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് ഓണിങ് റൈസോഴ്സസ്. അപ്പോൾ ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോർസസ്. ഈ 5 കേസുകളിൽ നിർബന്ധമായി നിങ്ങൾ ലോസ് റിട്ടേൺ ഫയൽ ചെയ്യണം. 139(1) പ്രകാരം, 139(1) ഡേറ്റ് പ്രകാരം ലോസ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓൾസോ ലോസ് റിട്ടേണിൻ്റെ സെക്ഷൻ ഏതാ അത് വേണമെങ്കിൽ പറയാം. ലോസ് റിട്ടേൺ അണ്ടർ സെക്ഷൻ, അപ്പോൾ ലോസ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(3). അപ്പോൾ 139(3) പ്രകാരം ലോസ് റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യേണ്ട കേസസ് ആണ് ഈ 5 എണ്ണം അല്ലേ. 2 കേസുകളിൽ മാത്രം ലോസ് റിട്ടേൺ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ട. അതേതാ? ലോസ് ഫ്രം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ നിന്നും, ലോസ് ഫ്രം സെക്ഷൻ 22, അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന് ലോസിനും അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ലോസിനും നമ്മൾ ലോസ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. കറക്റ്റ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. Mr. Rishabh, a resident individual aged 54, a professor in college, furnishes the following particulars of his income for the previous year 22-23. Okay. Income from salary, okay, computed ആണ്. സെക്ഷൻ 15 പ്രകാരം കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണത്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് നെറ്റ് ഓഫ് TDS. ഓക്കെ, ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന് TDS 10% കഴിഞ്ഞിട്ട് വന്നേക്കണ കാര്യം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഓക്കെ, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ്, ഇൻകം ടാക്സ് റീഫണ്ട് റിസീവ്ഡ് to assessment year 22-23 including interest of 2,000. Okay. Short term capital loss 25,000. He made the following deposits: deposit PPF, own contribution to RPF, life insurance premium on own life 25,000, sum assured 2 lakhs taken on 1st October 2022. Okay. Medical insurance premium on own health 20,000 and on health of spouse 10,000. Okay.
You are required to calculate his taxable income and tax payable for the assessment year 2023-24. Mr. Rishabh does not opt to be taxed under section 115 BAC. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾക്ക് 115 BAC ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത് വേണ്ടാന്നാണ് എല്ലായിടത്തും എഴുതിയേക്കണത്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. ടോട്ടൽ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. ഓക്കെ, സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 5A അല്ലേ? 5A വർക്കിംഗ് നോട്ടാണ് ഇത്. യു ആർ ടു ഫൈൻഡ് ടോട്ടൽ ഇൻകം ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. യെസ്, ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കുക? ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത് ഇസ് ഫ്രം 5 ഹെഡ്സ്. 5 ഹെഡ്സിൻ്റെ എല്ലാം എടുക്കുക, അതിൻ്റെ സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ക്ലബിങ് എല്ലാം എടുത്താൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ് കുറച്ചാൽ നമ്മൾ ടോട്ടൽ ഇൻകത്തിലേക്ക് എത്തും. അതെല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്കിപ്പോൾ ഇതെല്ലാം തന്നിട്ടുണ്ട്, 5 ഹെഡ്സ് തന്നിട്ടുണ്ട്, ഡിഡക്ഷൻസ് തന്നിട്ടുണ്ട്. ഈസി ആയിട്ട് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അല്ലേ? നമുക്ക് നോക്കാം, വാ. എന്താ പറയുക, പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം ആയിട്ട് എടുത്തു പോകാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ഹെഡ്സ് ലിസ്റ്റ് ചെയ്യുക. 5 ഹെഡ്സിൽ നമുക്ക് എങ്ങനെയാണ് വന്നേക്കുന്നത്? ഈ വ്യക്തിക്ക് സാലറി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓണർഷിപ്പ് ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഗെയിൻസ് തന്നിട്ടുണ്ട്, അതർ സോഴ്സിൽ തന്നിട്ടുണ്ട്, ലോട്ടറി അടിച്ചോ അങ്ങനെ എന്താ പറയുന്നില്ലേ? ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, അതർ സോഴ്സസിൽ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഏതാ ഒരു വെറൈറ്റി ആയിട്ടും കൂടെ ഉണ്ടായല്ലോ, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ്. അപ്പോൾ അതർ സോഴ്സസിൻ്റെ അകത്ത് നമുക്ക് 2 തന്നുണ്ട്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്. പിന്നെ ഏതാ കിടക്കണേ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ നമുക്ക് LTCG ആൻഡ് STCL കിടക്കുന്നുണ്ട്. ഡിവിഡൻഡ്, ഇൻകം ടാക്സ് റീഫണ്ട് റിലേറ്റിംഗ് ടു അസസ്മെന്റ് ഇയർ 22-23 ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്. ഇൻകം ടാക്സ് റീഫണ്ട് കിടക്കുന്നുണ്ട്, അതർ സോഴ്സ് ഉണ്ട്. പക്ഷെ എപ്പോഴും ഓർക്കുക, ഇൻകം ടാക്സ് എന്നുള്ളത് ഒരിക്കലും നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനമല്ല. ഞാൻ ടാക്സ് പേ എന്നുള്ളത് ഇൻകം ടാക്സ് പ്രകാരം എക്സ്പെൻസ് അല്ല. അപ്പോൾ ഇൻകം ടാക്സ് റീഫണ്ട് വന്നു എന്നുള്ളതും ഒരിക്കലും ഇൻകവും ആവില്ല. അപ്പോൾ ഇൻകം ടാക്സ് റീഫണ്ട് ഇസ് നോട്ട് എൻ ഇൻകം. പക്ഷേ അതിന് ഇൻട്രസ്റ്റ് ഇൻകം, അതിൻ്റെ പലിശ ഇൻകം ആവും. അപ്പോൾ ഇത്ര ഇൻകംസാണ് നമുക്കുള്ള. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, 2 ക്യാപിറ്റൽ ഗെയിൻസ്, 3 അതർ സോഴ്സ്. നോക്കട്ടെ, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, 2 ക്യാപിറ്റൽ ഗെയിൻസ്, 1, 2, 3 അതർ സോഴ്സസ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്യാം. നോ പ്രോബ്ലം. ഇപ്പം അഗ്രിഗേറ്റ് ചെയ്യാൻ പോവാണ്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് മിസ്റ്റർ ആരായിരുന്നു അത് തന്നെ ഫോർ അസസ്മെന്റ് ഇയർ 23-24 എന്നുള്ള ഹെഡിങ് ഞാൻ കൊടുത്തു. ഞാൻ അഗ്രിഗേറ്റ് ചെയ്യാൻ പോവാം. പർട്ടിക്കുലേഴ്സ്, ഔട്ടർ എമൗണ്ട് കോളം, ഒരു ഇന്നർ എമൗണ്ട് കോളം ആൻഡ് 1 കോളം ഫോർ നോട്ട്സ്. ഓക്കെ, സാലറി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു അത്? സാലറി ക്വസ്റ്റ്യൻ തന്നിങ്ങനെ 5 lakhs. 5 lakhs ആണ് സാലറി തന്നിരിക്കുന്നത്. 5 lakhs. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 2,40,000. എപ്പോഴും ഞാനിവിടെ ആൻസർ ചെയ്യുമ്പോൾ ഹെഡുകളുടെ ഓർഡറിൽ തന്നെ പോകും കേട്ടോ. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അത് കഴിഞ്ഞാൽ PGBP, അത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ. ഇനി നമുക്ക് PGBP ഇല്ല, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ക്യാപിറ്റൽ ഗെയിനും ക്യാപിറ്റൽ ലോസ് ഉണ്ടല്ലേ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 50, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 25. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 50,000. അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാലോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, തീർച്ചയായിട്ടും സെറ്റ് ഓഫ് ചെയ്യാം. സോ ഇവിടെ വരാൻ പോകുന്നത് 25,000. കറക്റ്റ്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ് പറയാനാണെങ്കിൽ അതിൽ ആദ്യം കിടക്കുന്നത് ഇസ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. അത് വരേണ്ടത് 49,500 ആണ്. പക്ഷേ നെറ്റ് ഓഫ് TDS ആണ്. അപ്പോൾ നമ്മൾ ബിഫോർ TDS കണ്ടുപിടിക്കാം. 55,000. അത് വേണമെങ്കിൽ വർക്കിംഗ് നോട്ടിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. വർക്കിംഗ് നോട്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് അത് 49,500 ആഫ്റ്റർ TDS അങ്ങനെയാണ് വന്നേക്കണേ. ആഫ്റ്റർ TDS ബാങ്ക് ഡെപ്പോസിറ്റ് TDS 10%. അപ്പോൾ നമുക്ക് വേണ്ടത് ബിഫോർ TDS ആണ്. അതായത് ഗ്രോസ് എമൗണ്ട് നമുക്ക് വേണം. ഗ്രോസ് എമൗണ്ട് വേണം. അതിനൊന്നും ചെയ്യേണ്ട. 49,500 divided by 90%. അതായത് 49,500 divided by 100 minus 10. 10 അല്ലേ ഇവിടെ? 100 minus 10%.
49,500 divided by 90% ചെയ്താൽ 55,000 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അടുത്തത് എന്താ? അത് കഴിഞ്ഞു. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ് 10,000 കെ. പിന്നെന്താ വരുന്നത്? ഒരു കാര്യമാണ് ഇൻകം ടാക്സ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട് എത്രയാണെന്നാ പറഞ്ഞ്? 2,000 രൂപ. അപ്പോൾ യുവർ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് സം ഓഫ് വാട്ട് എവർ ദാറ്റ് യു ഹാവ് ഫൗണ്ട് ടിൽ നൗ. ഞാൻ പറഞ്ഞു ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന്. നമുക്ക് നോക്കാം. സാലറി 5 ലക്ഷമാണോ? 5 ലക്ഷമാണ്. ഹൗസ് പ്രോപ്പർട്ടി 240 കറക്റ്റ്. LTCG STCL 50-25 നെറ്റ് 50-25 നെറ്റ് 25 കറക്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് 55,000 കറക്റ്റ്. പിന്നെന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ് 10,000 രൂപ കറക്റ്റ്. ഇൻകം ടാക്സ് റീഫണ്ട് 2,000 രൂപയും കറക്റ്റ്. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചു. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. ഇനി ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമുക്ക് ഇയാളുടെ ടാക്സ് ഡിഡക്ഷൻസ് 80C to 80U ഡിഡക്ഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാമല്ലോ. ഡെപ്പോസിറ്റ് ഇൻ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് 80C പ്രകാരം അലൗഡാ. ഓൺ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ് പ്രൊവിഡന്റ് ഫണ്ട് 25,000 80C പ്രകാരം അലൗഡാ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഓൺ ലൈഫ് 25,000 80C പ്രകാരം അലൗഡാണ്. പക്ഷേ നമ്മളൊരു കാര്യം നോക്കേണ്ടത് സം അഷ്വർഡ് 2 lakh ആണ്. പോളിസി എടുത്തത് 1 October 2022 അപ്പോൾ സം അഷ്വർഡിന്റെ ബേസിൽ ഒരു പെർസെൻറ്റേജ് കണക്കിന്റെ മുകളിലേക്ക് LIC പ്രീമിയം പോകാൻ പാടില്ല. പോയാൽ കിട്ടില്ല എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 1 October 2022 ആണെങ്കിൽ മാക്സിമം ലിമിറ്റ് എത്ര? 10% അല്ലേ, 10%. അപ്പോൾ 2 ലക്ഷത്തിന് 10% മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ 25 വരെ പോയി. 10% എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിന് എത്ര? 20,000 വരെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിനെ ലിസ്റ്റ് ചെയ്യാം. ഇനി ലെസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. അതിൽ ഫസ്റ്റ് വരുന്നത് സെക്ഷൻ 80C പ്രകാരമുള്ളതാണ്. ഞാൻ അതിന് വർക്കിംഗ് നോട്ട് 2 കൊടുക്കുകയാണ്. വർക്കിംഗ് നോട്ട് 2ൽ ഞാൻ കാണിക്കുകയാണ്. PPF കോൺട്രിബ്യൂഷൻ എത്രയാണ് വരുന്നത്? 1,50,000. സത്യം പറയും ഇവിടെ തന്നെ ആൻസർ ആയി. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത്. RPF കോൺട്രിബ്യൂഷൻ 25,000. LIC പ്രീമിയം ആക്ച്വലി 25 മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 10% ഓഫ് 2 lakh ആണ്. 10% ഓഫ് 2 lakh എന്ന് പറഞ്ഞാൽ 20,000. അപ്പോൾ 20,000 പറ്റുള്ളൂ. അപ്പോൾ 20,000 നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇതെല്ലാം കൂടെ 1,95 അല്ലെ 1,95,000 വരെ പോവാം. 1,95,000 വരെ പോയി. 80C പ്രകാരം അങ്ങനെയായി. പക്ഷേ നമുക്കറിയാം 80C, 80CCC, 80CCD. 80CCDയിൽ 2 ഒഴികെ 1ഉം 1Bയും കൂടെ ഇത്രയും സാധനങ്ങൾ കൂടിച്ചേർന്ന് വരുമ്പോൾ മാക്സിമം ഒരു 1,50,000 പറ്റും 80CCE പ്രകാരം അല്ലേ. 80CCEയിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യമാണ് 80C പ്ലസ് CCC പ്ലസ് CCD1 ഈ മൂന്നും കൂടെ 1.5 ലക്ഷത്തിന് മുകളിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ തന്നെ 1,95,000 ആയില്ലേ. കിട്ടുമോ? അപ്പോൾ സോറി, ഒരു 0 കൂടി പോയി ഇവിടെ. ഓക്കെ, 1,95,000 അല്ലേ, കിട്ടില്ലല്ലോ. നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് 1,50,000. അപ്പോൾ 80C restricted by section 80CCE എന്നും കൂടെ എഴുതുക. എന്നിട്ട് അതിൻ്റെ എമൗണ്ട് എത്രയാണ്? 1.5 lakhs. 1.5 lakhs എന്ന് കാണിക്കുക. ഇനി രണ്ടാമത്തെ 80D ആണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 80D വർക്കിംഗ് നോട്ട് 3 കൊടുക്കുക. സോറി, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ഓൺ ഹെൽത്ത് 20, ഓൺ ഹെൽത്ത് ഓഫ് സ്പൗസ് 10. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ഓൺ ഹെൽത്ത് 20, ഓൺ സ്പൗസ് 10. ഇൻഡിവിജ്വൽ ഏജ് എത്ര? 54 പറയുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന കാര്യം വർക്കിംഗ് നോട്ടിൽ ചെയ്താൽ വർക്കിംഗ് നോട്ട് 3 മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം സെൽഫ് എത്ര വന്നേ? 20, സ്പൗസ് 10, total 30. Now, I am going to write an assumption. Assumed that spouse is below 60 years. 60 വയസ്സിന് താഴെയാണെന്ന്.
60 വയസ്സിന് താഴെയാണ് സ്പൗസിൻ്റെ പ്രായമെങ്കിൽ സെൽഫിനും സ്പൗസിനും കൂടെ മാക്സിമം എത്ര മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുക്കാം? 25,000 അല്ലേ? അപ്പോൾ 80C പ്രകാരമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം റിഡക്ഷൻ 30,000 അല്ലെങ്കിൽ ലിമിറ്റ് 25,000 വെച്ച് ഒരു സ്ലോവർ ആണ്. സോ നമുക്ക് എത്ര കിട്ടും? 25,000 കിട്ടൂ. കറക്റ്റ്. അപ്പോൾ 25,000 ഞാൻ അവിടെ കൊണ്ട് എഴുതും. 25,000 മാക്സിമം ഡിഡക്ഷൻ ഈസ് ദിസ് പ്ലസ് ദിസ്. കറക്റ്റ്. ശരിയല്ലേ? ഇനി നമ്മുടെ ടോട്ടൽ ഇൻകം നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സിബിൾ ഇൻകം അല്ലെങ്കിൽ നെറ്റ് ഇൻകം എങ്ങനെ വേണമെങ്കിൽ വിളിക്കാൻ. ദിസ് മൈനസ് ദിസ്. കറക്റ്റ്. 657,000 ആണ് ടോട്ടൽ ഇൻകം വന്നിരിക്കുന്നത്. ഇനി അടുത്ത ടേബിളിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ അയാളസ് ഫോർ ദി അസസ്മെന്റ് വാട്ടർ റിട്ടേൺസ് അയാൾ കൊടുക്കുക. പെർട്ടിക്കുലേഴ്സ് amount. Okay? Number 1, tax payable as per Finance Act. 657,000 എന്ത് ടാക്സ് പേയബിൾ വരും? ഓക്കെ, അത് ഞാൻ വർക്കിംഗ് നോട്ട് കണ്ടുപിടിക്കാൻ പോകണം. അത് വർക്കിംഗ് നോട്ട് നമ്പർ 4 ടാക്സ് പേയബിൾ ഓൺ 657,000. സി, ഇവിടെ നമുക്കറിയാം ഇൻകമിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നു അല്ലേ? എവിടെ അത് എഴുതി വെച്ചത് ഞാൻ? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നു നമുക്ക്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്കറിയാം ഫ്ലാറ്റ് റേറ്റിനെ ടാക്സ് വരുള്ളൂ. എപ്പോഴും ഫ്ലാറ്റ് റേറ്റിനാണ് വരിക. ബാക്കി സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സസ് അതിന് ജനറൽ റേറ്റിൽ തന്നെ പോവാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ 657,000 നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ്റെ മറ്റിൻ്റെ എലമെൻറ്റിനെ മാറ്റണം. LTCGയുടെ എലമെൻറ്റ് എത്രയുണ്ട് ആൻഡ് അതർ ഇൻകംസിൻ്റെ എലമെൻറ്റ് എത്രയുണ്ട് അത് മാറ്റണം. LTCG എത്രയുണ്ട്? LTCG ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് ഞാൻ പോട്ടെ. LTCG ഇത് സെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി 25,000 ആണ് LTCG വന്നത്. LTCG 25,000. ഇതിനെ അറ്റ് 20% നമ്മൾ ടാക്സ് ചെയ്യും. പിന്നെ 657 25 കുറച്ച് കഴിഞ്ഞാൽ 657 22 കുറച്ച് കഴിഞ്ഞാൽ 25 കുറച്ച് കഴിഞ്ഞാൽ 622 അല്ലേ? ഇതിനെ നമ്മൾ സ്ലാബിലും ടാക്സ് ചെയ്യും. കറക്റ്റ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 25,000ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 5,000 രൂപയും ഇവിടെ 6,22,000 സ്ലാബിൽ മുറിക്കാനാണെങ്കിൽ 2.5 ലക്ഷം വരെ ഒന്നും വേണ്ട. ശരിയല്ലേ? പിന്നെ 2.5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് 5 ലക്ഷം വരെ 5% എന്ന് പറയുമ്പോൾ 12,500 പിന്നെ 5 ലക്ഷം ടു 622 6.22 ലാക്സ് വരെ 20%. അപ്പോൾ 1,22,000ൻ്റെ 20%. ഒന്ന് കാൽക്കുലേറ്റ് എടുത്തോട്ടെ. 1,22,000 അതല്ലേ 5 ലക്ഷം 622 വ്യത്യാസം. അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ 24,400 വരും. അപ്പോൾ 24,400 പ്ലസ് 12,500 ഇസ് 36,900 പിന്നെ ഒരു 5,000. 36,900 പ്ലസ് 5,000 ആണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി. അപ്പോൾ പ്ലസ് ഒരു 5,000. ഇത് ഞാനിപ്പോൾ വർക്കിംഗ് നോട്ടിൽ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. നിങ്ങളത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാണെന്നറിയോ? ടേബിളാക്കി എഴുതണം. ഓക്കെ, LTCGക്ക് 5,000 പിന്നെ സ്ലാബ് ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ച് പോയിട്ട് 36,900 എഴുതണം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ റഫായിട്ട് എഴുതിയെന്നുള്ളൂ. അപ്പോൾ 41,900 ആണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. 41,900. ക്ലിയർ? ഇനി ഇതിനൂടെ റിബേറ്റോ സർചാർജോ ഒന്നുമില്ല. നമുക്ക് സെസ്സും കൂടെ ആഡ് ചെയ്യാം. ആഡ് സെസ് അറ്റ് 4% അല്ലേ? സെസ് അറ്റ് 4% അല്ലേ വരണ്ടേ? അതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ 41,900ൻ്റെ 4% വരും. അപ്പോൾ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കിട്ടി. ഇവിടെ റിബേറ്റോ വേറെ സർചാർജ് ഒന്നും ഇല്ലാത്ത കാരണം സിമ്പിളാണ് പരിപാടി. ഇത്രേ ഉള്ളൂ. ഇത് പ്ലസ് 1676. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി. പക്ഷേ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു TDS പിടിച്ചിട്ടുണ്ട്. എത്ര TDS പിടിച്ചതേ? ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റിൽ 49,500 എന്ന് പറയുന്നത് നെറ്റ് ഓഫ് TDS ആയിരുന്നു അല്ലേ? നെറ്റ് ഓഫ് TDS. അപ്പോൾ അത് എത്രയാണ് TDS പിടിച്ചേക്കുന്നത്? അത് കുറയ്ക്കാലോ നമുക്ക്. ഓൾറെഡി നമ്മുടെ പേരിൽ TDS പോയില്ലേ? ലെസ് TDS അത് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലേ? അതുകൊണ്ട് വർക്കിംഗ് നോട്ട് 5 കൊടുത്തോ. വർക്കിംഗ് നോട്ട് 5 കൊടുത്ത് നമുക്കതിൽ കണ്ടുപിടിക്കാം. വർക്കിംഗ് നോട്ട് 5 കൊടുത്തിട്ട് 5 കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. 49,500 ആയിരുന്നു നമ്മുടെ നെറ്റ് ഓഫ് TDS. ഗ്രോസ് എമൗണ്ട് എത്രയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു? 55,000. ദാറ്റ്സ് പെർ ഏതൊരു വർക്കിംഗ് നോട്ടിൽ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ 1 നമ്മൾ കണ്ടുപിടിച്ചു 55,000 ആണെന്നുള്ളത്. അപ്പോൾ ഇത് വർക്കിംഗ് നോട്ട് 1 പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചു ഗ്രോസ് ഇത്രയാണ്.
അപ്പോൾ ടി ഡി എസ് എത്രയായിരുന്നു? 55,000 മൈനസ് 49,500, ദാറ്റ് ഇസ് 5,500. ഇതാണ് ടി ഡി എസ്. അപ്പോൾ അത് എടുത്ത് എഴുതി വയ്ക്കുക. 5,500. So your tax payable equals 43,576 minus 5,500, 38,076. ആൻസർ കഴിഞ്ഞില്ല, കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ദ ടോട്ടൽ ഇൻകം ടാക്സബിൾ ഫോർ മിസ്റ്റർ ആരാണ് അയാളുടെ പേര് എഴുതിയിട്ട് 6,57,000 ഫോർ ദ അസസ്മെന്റ് ഇയർ 23-24. The tax liability is 43,576 and the tax payable is rupees 38,076. എഴുതി വെച്ചാൽ ആൻസർ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞില്ല. എന്താ പ്രശ്നം അറിയോ? ടാക്സ് ലയബിലിറ്റിയും ടോട്ടൽ ഇൻകം നിയറസ്റ്റ് 10th മൾട്ടിപ്പിളിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണ്ടായിരുന്നോ? അത് നമ്മൾ വിട്ടുപോയി അല്ലേ? ഞാനും വിട്ടുപോയി, ഓണസ്റ്റ്ലി പറയണേ അത് വിട്ടുപോയി. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട എന്തായിരുന്നു? ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. സോ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ഡു ദാറ്റ് റൈറ്റ് നൗ. ഇവിടെ എൻ്റെ ടാക്സ് ലയബിലിറ്റിയെ ഞാൻ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്യാൻ പോവാ. ടാക്സ് ലയബിലിറ്റിയെ ഇതിൽ നിന്നും 43,576നെ ഏറ്റവും അടുത്തുള്ള സീറോ ഏതാ? 43,580 അല്ലേ? അത് വെച്ച് അങ്ങോട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാം. ഞാനിവിടെ റീപ്ലേസ് ചെയ്തു. ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി this minus this. Okay, 38,080. This is the answer. Okay, അപ്പോൾ your total income for SSC for the estimate 23-24 6,57,000, tax liability 43,580 and tax payable 38,080. ഇങ്ങനത്തെ ചെറിയ നിസ്സാര മിസ്റ്റേക്ക് വരും. അപ്പോൾ ടാക്സ് ലയബിലിറ്റി റൗണ്ടഡ് ഓഫ് കൂടെ തന്നെ. ടാക്സ് ലയബിലിറ്റി റൗണ്ടഡ് ഓഫ് ടു സെക്ഷൻ 288B പ്രകാരം റൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ റൗണ്ടിങ് ഓഫ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ല. ഇവിടെ ഒന്നുമില്ല, റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഇനി ഇൻ കേസ് നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യാൻ വിട്ടു പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക റൗണ്ട് ഓഫ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോന്ന്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ സംഗതി. ക്ലിയർ, സിമ്പിൾ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. Mr. Raja, a retailer of Delhi, gives the following trading and profit and loss account for the year 31 March 2023. PGBP question. ഓക്കെ, പല കാര്യങ്ങളുണ്ട്. സാലറി, റെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഡിപ്രീസിയേഷൻ, പ്രിന്റിംഗ്, സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, ലോസ് ഓൺ സെയിൽ ഓഫ് ഷെയർസ്. ഇത് ലോസ് ഓൺ സെയിൽ ഓഫ് ഷെയർസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസാണ്. ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ജനറൽ എക്സ്പെൻസ് ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഓക്കെ. It was found that some stocks were omitted to be included in both the opening and closing stock, the values of which were okay. Stock valuation is a mistake undayi. Salary includes 10,000 paid to his brother, which is unreasonable to the extent of okay. Related party payments excessive hoyi. The whole amount of printing and stationery was paid in cash by way of one-time payment to Mr. Sonu. Printing and stationery mottham Mr. Sonu ഒറ്റടിക്ക് 24,000 രൂപ ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. 40A3 violation ആയി. Rent and rates including GST liability 3,400 paid on 7th April 2023. വർഷം കഴിഞ്ഞിട്ടാണ് റെന്റും റേറ്റും പേ ചെയ്തത്. ദേ വേർ ഓൺലി പെയ്ഡ് ആഫ്റ്റർ ഇയർ എൻഡിങ്. അപ്പോൾ അൺപെയ്ഡ് ലയബിലിറ്റിയുടെ ക്ലോസ് വരുമോ നമ്മൾ നോക്കണം. യെസ്, പക്ഷേ അൺപെയ്ഡ് ലയബിലിറ്റിയുടെ ക്ലോസ് നമുക്കറിയാം. എന്ന് വരെ പോവാം? 139(1) പ്രകാരമുള്ള ഡേറ്റ് വരെ പോവാം അല്ലേ? ഇവിടെ 139(1) പ്രകാരമുള്ള ഡേറ്റ് വരെ പോയിട്ടില്ല. റിട്ടേൺ ഡേറ്റ് വരെ പോയിട്ടില്ല. അടുത്ത വർഷത്തിന്റെ ഫസ്റ്റ് 7-ാം ദിവസം പെയ്തു, കുഴപ്പമില്ല. അപ്പോൾ അതർ ജനറൽ എക്സ്പെൻസസ് ഇൻക്ലൂഡ് 2,000 പെയ്ഡ് ആസ് ഡൊണേഷൻ ടു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്. 2,000 പെയ്ഡ് ടു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ അതർ എക്സ്പെൻസസിൽ ഒരു 2,000 കിടക്കുന്നുണ്ട്. അത് ബിസിനസ് എക്സ്പെൻസ് അല്ല, പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കാണ് കൊടുത്തത്. അത് പക്ഷേ നമുക്ക് ATC ഡിഡക്ഷൻ എടുക്കാമല്ലോ. ശരിയല്ലേ? ചാരിറ്റബിൾ ട്രസ്റ്റ്, യെസ്. പിന്നെ ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, നോ പ്രോബ്ലം. You are required to calculate the profits and gains of Mr. Raja as per normal provisions of the Act, assuming he has not opted for the ഇവിടെയും 115 BAC വേണ്ട. Also assume the whole of the amount of turnover received by account, paycheck or use of electronic clearance system through the bank during the previous year. ഹോൾ ഓഫ് ടേൺ ഓവർ. ഇയാളുടെ ടേൺ ഓവർ മൊത്തം എത്രയുണ്ട്? മൊത്തം 85 ലക്ഷം. 85 ലക്ഷവും നമുക്ക് 100% ബാങ്കിലൂടെയാണ് കിട്ടിയത്. 100% ബാങ്കിലൂടെയാണ് കിട്ടുന്നതെങ്കിൽ ഇയാൾ ആരാ? അയാളുടെ ജോലി എന്താ? ബിസിനസ്സാന്നല്ലേ പറഞ്ഞേ? ട്രേഡർ. 100% ബാങ്കിലൂടെ കിട്ടിയിരുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ എന്തിനാണെന്നറിയാമോ? നമുക്ക് സാധാരണഗതിയിലുള്ള P&L വെച്ച് റീവർക്ക് ചെയ്ത് PGBP പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അത് ആഡ് ബാക്ക്, ഡിസലവൻസസ്, ഡിഡക്ഷൻസ് അലൗഡ് ബട്ട് നോട്ട് ടേക്കൺ ഒക്കെ കണ്ടുപിടിച്ച് നമുക്കത് കണ്ടുപിടിക്കാം. പക്ഷേ ഈ അവസാനത്തെ പോയിന്റ് എന്തിനാണ് അതേക്കണെന്ന് അറിയാമോ? പ്രിസംപ്റ്റീവ് ടാക്സേഷനും കൂടെ എടുക്കാം. ഇയാൾക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ കൂടെ എടുക്കുകയാണെങ്കിൽ ഏത് സെക്ഷൻ വരും? 44AD വരും. 44AD.
AD പ്രകാരം 8% ഓഫ് ടോട്ടൽ ടേൺ ഓവർ എന്നാണ് അല്ലേ. പക്ഷെ അവിടെ പറയുന്നുണ്ട് കംപ്ലീറ്റ് 100% ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആയിരുന്നെങ്കിൽ 6% മതി എന്ന് അല്ലേ. ഇവിടെ വൃത്തിയായി പറയുന്നുണ്ട് അക്കൗണ്ട് പേ ചെക്ക് വഴിയാണ് എല്ലാം മേടിച്ചത്, അപ്പോൾ 6% വെച്ച് പിടിക്കാമല്ലോ. അപ്പോൾ 85 lakhsന്റെ 6%. അപ്പോൾ നമ്മൾ 44 AD പ്രകാരം കാണിക്കണം, നോർമൽ പ്രൊവിഷൻസും പ്രകാരം കാണിക്കണം. അപ്പോൾ ഈ ഒരു ആൻസർ വരുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5B അല്ലേ. 5 ഏതായിരുന്നു? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏത്? 5B ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5Bയിലേക്ക് വരുമ്പോൾ PGBP. അപ്പോൾ വർക്കിംഗ് നോട്ടിൽ ഞാൻ എഴുതാണ്. വർക്കിംഗ് നോട്ടിൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് ഞാൻ. വർക്കിംഗ് നോട്ടിൽ നമ്പർ 1 ഡീറ്റെയിൽസ് PGBP ഇൻകം ആണ് വേണ്ടത്. അതിൽ നമ്മൾ നോർമൽ പ്രൊവിഷൻസ് കണ്ടുപിടിക്കണം ആൻഡ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ പ്രകാരമുള്ളതും കണ്ടുപിടിക്കണം. അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലാസ്റ്റ് ലൈൻ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് മിസ്റ്റർ ആസ് പെർ അല്ല, പ്രിസംപ്റ്റീവ് ടാക്സേഷൻ വേണ്ട കേട്ടോ, നോർമൽ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് മതി. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ വേണ്ട, നോർമൽ പ്രൊവിഷൻസ് മതി എന്ന് പറയും. പക്ഷേ എനിക്കിവിടെ ചെറിയൊരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് അസ്യൂമിങ് ഹാസ് നോട്ട് ഓപ്റ്റഡ് ഫോർ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 115 BAC എന്ന്. ഇനി നോർമൽ പ്രൊവിഷൻസ് ഉദ്ദേശിച്ചത് 115 BAC അല്ലാത്ത രീതിയിൽ എന്നുള്ളതായിരിക്കാം പൊതുവെ ആക്റ്റിലുള്ളത്. അപ്പോൾ പൊതുവെ ആക്റ്റിലുള്ളത് നമ്മുടെ ഈ PGBPയിൽ എടുത്തിട്ട് എല്ലാ ഡിസലവൻസും എല്ലാം ആഡ് ബാക്ക് ചെയ്തിട്ടും പിന്നെ പ്രിസംപ്റ്റീവ് ടാക്സേഷനാണ്. അത് രണ്ടും നോർമൽ പ്രൊവിഷൻസ് വരുന്നതാണ്. അത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. ഇവിടെ നോർമൽ പ്രൊവിഷൻസ് എഴുതണ്ട, ഇവിടെ ജനറൽ എഴുതിയാൽ മതി. ജനറൽ എഴുതാം നമുക്ക്. ഇത് രണ്ടിനെയാണ് നോർമൽ എന്ന് വിളിക്കുന്നത്, അങ്ങനെ എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം. യെസ്, കുറച്ച് നല്ലൊരു കമ്പ്യൂട്ടേഷൻ ആയിരിക്കും ഇത്. നമുക്ക് ഓരോന്നായി നോക്കി പോവാം. ഓക്കെ, ലെറ്റ്സ് ക്വിക്ക്ലി ഗോ ടു ദ ക്വസ്റ്റ്യൻ. ഇതിന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഓരോന്നായിട്ട് മുമ്പോട്ട് പോകാൻ പോകുമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം നോർമൽ പ്രൊവിഷൻസ് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ പോകാം. ജനറൽ പ്രൊവിഷൻസ് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ജനറൽ പ്രൊവിഷൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് PG പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ് ഓഫ് മിസ്റ്റർ ആരാണോ അത് അവരുടെ പേര് ഓഫ് ദി അസസി ഫോർ ദി അസസ്മെന്റ് ഇയർ 2023-24 അല്ലേ. ഇതങ്ങനെ എഴുതി ഞാനിനി ഓരോന്നായിട്ട് എഴുതി എടുക്കാൻ പോവാ. പർട്ടിക്കുലേഴ്സ്, ഒരു ഔട്ടർ എമൗണ്ട് കോളം, ഒരു ഇന്നർ എമൗണ്ട് കോളം, ഒരു നോട്ട്സ് കോളം. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇസ് ബേസ്ഡ് ഓൺ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L. P&L തരുന്ന നെറ്റ് പ്രോഫിറ്റ് വെച്ച് തുടങ്ങാൻ പോകുന്നത് ഔട്ടർ എമൗണ്ടിലേക്ക് എഴുതി. അത് വെച്ച് അങ്ങോട്ട് തുടങ്ങി ഞാൻ. എത്ര? 427,300 എന്ന് എഴുതി ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകും ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ വരേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. സോറി, ആ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ എഴുതാം. ആഡ് ഇൻകംസ് നോട്ട് PGBPയുടെ അല്ലാത്തതായിട്ടുള്ള ഇൻകംസ് ആഡ് ചെയ്യാം. ഓക്കെ, രണ്ടാമത് വേണ്ടത് ആഡ് ഇൻകംസ് നോട്ട് PGBP അല്ല, ആഡ് ഇൻകംസ് ലെസ് ഇൻകംസ് അതർ ദാൻ PGBP. സോറി, ലെസ് ഇൻകംസ് നോട്ട് PGBPയുടെ അല്ലാത്ത വല്ല ഇൻകം ഇവിടെ കയറി കിടക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ P&L ഇൻകം സൈഡിൽ PGBPയുടെ അല്ലാത്ത ഇൻകം എല്ലാം കയറി കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ റവന്യൂ കയറി കിടക്കുകയല്ലേ, അപ്പോൾ പ്രോഫിറ്റ് കയറി കിടക്കുകയല്ലേ, കയറാൻ പാടില്ലായിരുന്നു അല്ലേ. അതെടുത്ത് മാറ്റുക. പിന്നെ രണ്ടാമത് വേണ്ടത് ആഡ് ഡിസലവൻസസ്, അലൗ ചെയ്യാത്ത ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക. പിന്നെ വേണ്ടത് ലെസ് ഡിഡക്ഷൻസ് അലൗഡ് നോട്ട് ടേക്കൺ. അലൗഡ് ആയിരുന്നു പക്ഷെ നമ്മളത് കുറച്ചില്ല, അപ്പോൾ നമുക്ക് ഇനി കുറയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആഡ് ഇൻകംസ് PGBP ബട്ട് നോട്ട് ടേക്കൺ. PGBയുടെ ഇൻകം വല്ലതും ഉണ്ടായിരുന്നു, അത് പക്ഷെ എടുത്തില്ലെങ്കിൽ. ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PGBയുടെ ആൻസർ കിട്ടി. അപ്പോൾ കമ്മിങ് ബാക്ക്, യെസ്, ജസ്റ്റ് ഒന്ന് വായിച്ചു എന്നുള്ള പോയിന്റ് ഒന്നും കൂടെ. അപ്പോൾ നമുക്കിവിടെ PGBPയുടെ അല്ലാത്ത വല്ല ഐറ്റംസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ആദ്യം ക്രെഡിറ്റിലേക്ക് എന്താ ഇവിടെ നോക്കുകയാണെങ്കിൽ സെയിൽസ് ഉണ്ട്, PGBPയുടെ ഐറ്റം തന്നെയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് PGBPയുടെ ഐറ്റം തന്നെയാണ്. ഗ്രോസ് പ്രോഫിറ്റ് PGBPയുടെ ഐറ്റം തന്നെയാണ്. ഇൻകം ഫ്രം UTI അത് PGBPയുടെ ഐറ്റം അല്ല. ദാറ്റ് ഇസ് നോട്ട് ആൻ ഇൻകം ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഹിയർ അല്ലേ. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ നോട്ട് എടുത്തിട്ട് ഈ ക്വസ്റ്റിൻ്റെ വർക്കിംഗ് നോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് അത്? ഒന്ന് ഇൻകംസ് നോട്ട് PGBP അല്ലേ. അവിടെ കൊണ്ട് ഞാൻ ആദ്യത്തെ എഴുതി വെച്ചു UTI ഇൻകം, അതായത് ഇത് ലെസ് ചെയ്യേണ്ട സാധനങ്ങളാണ് അല്ലേ.
ഇതാദ്യം എഴുതി വെച്ചു. ഇനി എക്സ്പെൻസസ് നോട്ട് PGBP ഉണ്ടോ നോക്കാം നമുക്ക്. എക്സ്പെൻസീവ് പോയി ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഇതൊക്കെ PGBP ഉള്ളതാ. സാലറി, റെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഓക്കെ, ഡിപ്രീസിയേഷൻ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പോസ്റ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഷെയർസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. അതായത് എക്സ്പെൻസസ് നോട്ട് PGBP, അതായത് ഡിസലവൻസസിൽ ആദ്യം വന്നൊരു ഐറ്റമാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. അതവിടെ കുറച്ച് വെച്ചു, അത് പാടില്ലല്ലോ. അതർ ജനറൽ എക്സ്പെൻസ് തീർന്നു. ഇത് ഇത്രേ ഉള്ളൂ സംഗതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ഡിസലവൻസസ്, വേറെ ഡിസലവൻസസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് എടുത്ത എക്സ്പെൻസസുകളിൽ എടുക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ പോവാം. ഞാൻ നോട്ട് ചെയ്യാനും പോവാം. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇനി എടുക്കാമായിരുന്നു പക്ഷെ അത് എടുത്തില്ല. അതായത് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ്, ഡിഡക്ഷൻസ് അലൗഡ് ബട്ട് നോട്ട് ടേക്കൺ. അപ്പം ഇതിന് നമുക്കിനി മൈനസ് ചെയ്യാം. എടുത്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് എടുത്ത് മൈനസ് ചെയ്യാം. ഇത് എടുത്തിട്ടുണ്ട് പക്ഷെ എടുക്കാൻ പാടില്ലായിരുന്നു, ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. അപ്പം നമുക്ക് നോക്കാമല്ലോ, ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കാമല്ലോ. യെസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഓപ്പണിംഗ് സ്റ്റോക്കിന് ഉണ്ടായിരുന്നില്ലേ? ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് സം സ്റ്റോക്സ് വെർ ഒമിറ്റഡ് ഇൻക്ലൂഡിംഗ് ഇൻ ബോത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, സ്റ്റോക്കിൽ കുറച്ച് കാര്യങ്ങൾ കയറ്റിയില്ല. ഓപ്പണിംഗ് സ്റ്റോക്കിൽ 9,000 രൂപ കയറണമായിരുന്നു, കയറ്റിയില്ല. ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒരു 18,000 രൂപ കയറണമായിരുന്നു, കയറ്റിയില്ല. അതായത് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് 80 + 18 ആവണമായിരുന്നു, 98 ആവണമായിരുന്നു. ഇൻകം സൈഡ് കയറണമായിരുന്നു. വെയിറ്റ്. സോ ഇൻകംസ് PGBP ബട്ട് നോട്ട് ടേക്കൺ. അപ്പോൾ ഒരു ഐറ്റം കൂടെ നമുക്ക് എഴുതാനുണ്ട്. ഇൻകംസ് PGBPയിൽ വരേണ്ടത് നോട്ട് ടേക്കൺ. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ആഡ് 18,000 രൂപ അല്ലേ, അത് വരണമായിരുന്നു. അതേപോലെ തന്നെ എക്സ്പെൻസസ് PGBP നോട്ട് ടേക്കണിൽ ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്കിൽ എക്സ്പെൻസസ് ഇപ്പം എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 90,000 തന്നിരുന്നത്, പക്ഷേ എത്ര ആവണമായിരുന്നു എന്നാ പറഞ്ഞത്? 9,000 എക്സ്ട്രാ കയറണമായിരുന്നു. 9,000 എക്സ്ട്രാ കയറണമായിരുന്നു. അപ്പോൾ കുറയ്ക്കാനായിട്ടൊരു 9,000 കൂടെ വന്നു. ഇപ്പോൾ 18,000 ആഡ് ചെയ്യുക, 9,000 കുറയ്ക്കാനുള്ളത്. പർച്ചേസസിൻ്റെ ഒന്നും തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കത് വിടാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞു. ഈ ആദ്യത്തെ 3 ഐറ്റം കഴിഞ്ഞു. സാലറിയുടെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? സാലറി ഇൻക്ലൂഡ്സ് 10,000 പേ ടു ബ്രദർ വിച്ച് ഇസ് അൺറീസണബിൾ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 2,500. അതായത് 40A2 പ്രകാരം, ഇതിൻ്റെയാണ് എഴുതാൻ പോകുന്നത്. 40A2 പ്രകാരം റിലേറ്റഡ് പാർട്ടി പേയ്മെൻറ്റിൽ ഒരു എക്സ്ട്രാ 2,500 വന്നു. അത് ആഡ് ബാക്ക് ചെയ്യണം. പൊതുവേ 7,500 രൂപയ്ക്ക് പരിപാടി ക്ലോസ് ചെയ്താണ്, സാലറി കൊടുത്ത് നിർത്തായിരുന്നു. പക്ഷേ ഇയാളുടെ ബ്രദറിനെ കൊണ്ടുവന്ന കാരണം 10,000 രൂപ കൊടുത്തു, കൂടുതൽ എക്സ്പെൻസ് കൊടുത്തു. ഇവിടെ സാലറി 2,500 കയറി കിടക്കുക, പാടില്ലായിരുന്നു. നെക്സ്റ്റ് റെന്റ് ആൻഡ് റേറ്റ്സിൻ്റെ എന്തോ ഉണ്ടല്ലോ. റെന്റ് ആൻഡ് റേറ്റ്സ് ഇൻക്ലൂഡ്സ് GST ലയബിലിറ്റി ഓഫ് 3,400 പെയ്ഡ് ഓൺ 7th April 2023. പക്ഷേ ഇവിടെ GSTയുടെ കേസിൽ വലിയ പ്രശ്നമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. റിട്ടേൺ ഡേറ്റിനുള്ളിൽ അവർ പേ ചെയ്തിട്ടുണ്ട്. 7th April തന്നെ പേ ചെയ്തിട്ടുണ്ട് അല്ലേ. റിട്ടേൺ ഡേറ്റ് നമുക്ക് തുടങ്ങുന്നതിന് ജൂലൈ തൊട്ടാണ്. അപ്പോൾ എന്തായാലും പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3,400 നമുക്ക് ഇഗ്നോർ ചെയ്യാം, വിടാം. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ വില എന്ന് പറയുന്നുണ്ടോ? ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ നമുക്കത് വിടാം. ഡിപ്രീസിയേഷൻ 1,05,000. അത് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ഡിപ്രീസിയേഷൻ 1,05,000 അല്ല, എടുക്കേണ്ടിയിരുന്നത് 1,20,000 ആയിരുന്നു. അപ്പം നമ്മൾ എടുക്കാൻ പാടില്ലാത്ത ഡിപ്രീസിയേഷൻ എത്രയാ? 1,05,000. ഡിപ്രീസിയേഷൻ പ്ലസ് 1,05,000. എടുക്കാവുന്ന ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? 2. ഡിപ്രീസിയേഷൻ എടുക്കാവുന്നത് 1,20,000. കറക്റ്റ്, ഇത്ര എടുക്കായിരുന്നു. പിന്നെ അടുത്ത ഏതാളെ പിന്നെ എവിടെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 24,000. ക്വസ്റ്റിന് പറഞ്ഞത് 24,000 മൊത്തം ക്യാഷിലാണ് പേ ചെയ്തതെന്ന്. കിട്ടില്ലല്ലോ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്ലസ് 25/4 എത്ര? 24,000 മൊത്തം ക്യാഷ് പേ ചെയ്ത് കാരണം. ദിസ് ഇസ് 40A3. ഓക്കെ, സോറി. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം അതിൻ്റെ ഒന്നും തന്നെ പറയുന്നില്ല എന്ന് എൻ്റെ വിശ്വാസം. ഒന്നും തന്നെ പറയുന്നില്ല, നോ പ്രോബ്ലം. ലോസ് ഓൺ സെയിൽ ഓഫ് ഷെയർസ് എടുത്തു. അതർ ജനറൽ എക്സ്പെൻസ് അതിൻ്റെ എന്തോ കൂടെ പറയുന്നുണ്ടല്ലോ. അതർ ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് 2,000 പെയ്ഡ് ആസ് ഡൊണേഷൻ ടു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്. അതായത് ട്രസ്റ്റ് ഡൊണേഷൻ, ട്രസ്റ്റിലേക്കുള്ള ഡൊണേഷൻ. അതറിൽ ഒരു 2,000 ഡൊണേഷൻ എന്നും പറഞ്ഞ് ഒരു പ്ലസ് 2,000 വേണം. എന്നിട്ട് ഈ 2,000 നമുക്ക് 80Gയിൽ ഡിഡക്ഷനായിട്ട് എടുക്കാം. ക്ലിയർ? അത്രയല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. നോക്കട്ടെ. അതർ എക്സ്പെൻസസ് ഇവിടത്തെ എല്ലാം തീർന്നു. മറ്റേ എല്ലാം എടുത്തു. ഓക്കെ, എല്ലാം എടുത്തു. ഇനി നമുക്ക് ഈ കാൽക്കുലേറ്റർ PGBP ഇൻകം കണ്ടുപിടിക്കുക. അസ്യൂമിങ് ഈസ് നോട്ട് ഓപ്റ്റഡ് ഫോർ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 115 BAC. സിമ്പിൾ. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. ആൻസർ അതോടെ തീരും. അപ്പോൾ ആദ്യം ഇൻകംസ് നോട്ട് ടു ബി ടേക്കൺ. ആദ്യമല്ല, ഇൻകംസ് നോട്ട് PGBP. ഇൻസേർട്ട്. അവിടെ ആദ്യം വരുന്നത് UTI ഇൻകം അല്ലേ. UTI ഇൻകം ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ദാറ്റ് ഈസ് ഹൗ മച്ച്? എത്രയത്? അതിൻ്റെ സംഖ്യ വരുന്നത് 3,000 രൂപ. 3,000 രൂപ വരാൻ പാടില്ലായിരുന്നു.
യെസ്, അപ്പോൾ ഇത് ലെസ് 3000. ഇനി ഡിസലവൻസസിൽ നമുക്ക് എന്തൊക്കെയാണ് വന്നത്? ഡിസലവൻസസിൽ നമ്മുടെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ റിലേറ്റഡ് പാർട്ടി പേയ്മെൻറ്റ്സിൻ്റെ 2500. ഓക്കെ, റിലേറ്റഡ് പാർട്ടി പേയ്മെൻറ്റ്സിൻ്റെ 2500. അപ്പോൾ സോ അങ്ങോട്ട് ലീവ് സം ലൈൻസ് ഹിയർ. ഇനി കുറച്ചും കൂടെ വേണ്ടി വരും അതിന്. ലീവ് സം ലൈൻസ് ഹിയർ. റിലേറ്റഡ് പാർട്ടി പേയ്മെൻറ്റ്, അതായത് പേയ്മെൻറ്റ് മെയ്ഡ് ടു ബ്രദർ, അങ്ങനെ എഴുതിക്കോ. പേയ്മെൻറ്റ് മെയ്ഡ് ടു ബ്രദർ ഇൻ എക്സസ്. അപ്പോൾ അങ്ങനെ എഴുതാം. പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ എക്സസ് ടു ബ്രദർ. പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ എക്സസ് ടു ബ്രദർ 2500. പിന്നെ അത് കഴിഞ്ഞ് ഏതാ കിടക്കുന്നത്? ഡിപ്രീസിയേഷൻ 1,50,000. 1,50,000. പിന്നെ എത്ര കിടക്കുന്നത്? പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 40A3 വയലേഷൻ അല്ലേ? പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 24,000. അതിനൊക്കെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതിനൊക്കെ വർക്കിംഗ് നോട്ട് ഇട്ടോളൂ കേട്ടോ. വർക്കിംഗ് നോട്ട് 1, 2, 3 എന്താ റീസൺ ഉള്ളത് ഞാനിവിടെ റഫായിട്ട് എഴുതുന്നത്, നിങ്ങളത് വൃത്തിയായിട്ട് തന്നെ എഴുതിക്കോളൂ. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 24,000. പിന്നെ വരുന്നത് ഡൊണേഷൻ ബിസിനസ് എക്സ്പെൻസ് അല്ല അല്ലേ? ഡൊണേഷൻ അത് 4 ഇട്ടിട്ട് 2,000. ഇത്രയാണ് ഡിസലവൻസസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പുറത്ത് എത്ര വരുന്നുള്ളത് എഴുതുക. ഓക്കെ, ഇനി ഡിഡക്ഷൻസ് അലൗഡ് ബട്ട് നോട്ട് ടേക്കൺ. അതിന് എത്ര എണ്ണം ഉണ്ടായിരുന്നു എനിക്കറിയില്ല, ഞാൻ ഒന്ന് ജസ്റ്റ് 2-3 കോളംസ് കൊണ്ട് വിടുകയാണ്. ഡിഡക്ഷൻസ് അലൗഡ്. ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഡിപ്രീസിയേഷൻ എനിക്ക് എത്ര അറിയാം. അതിപ്പോൾ ഈ സെയിം ഡിപ്രീസിയേഷൻ ഈ വർക്കിംഗ് നോട്ടിൽ തന്നെ കാണിച്ചാൽ മതി. ഈ 2 തന്നെ കാണിച്ചാൽ മതി. അപ്പോൾ 2 തന്നെ കാണിക്കുക. അലൗഡ് ഇത്രയായിരുന്നു, ഡിസലൗഡ് ഇത്രയായിരുന്നു. 1,20 അല്ലേ? 1,20. പിന്നെ എന്താണ് അതിലുള്ളത്? ഇതെവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിന് 9,000 കയറണമായിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് 9,000 കയറണമായിരുന്നു. അത് വേണമെങ്കിൽ വർക്കിംഗ് നോട്ട് വേണമെങ്കിൽ 5 ഇട്ടിട്ട് കാണിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് 9,000 കയറണമായിരുന്നു. യെസ്. പിന്നെ എന്താ വരുന്നത്? വേറെ ഒന്നും തന്നെ ഇല്ല. ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ പോയി നോക്കിക്കോട്ടെ. വേറെ ഒന്നും തന്നെ കാണുന്നില്ല. ഇല്ല, ഒന്നും കാണുന്നില്ല. ഡിപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ. 1,20. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ 9,000. ഓക്കെ, അപ്പോൾ അത് അവിടെ തീർന്നു. ഓൾസോ ഇനി ഇൻകംസ് നോട്ട് PGBPയിലേക്ക് പോകാനാണെങ്കിൽ അവിടെ 2 എണ്ണം ഉണ്ടല്ലോ. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഒരു 18,000 ഉണ്ട്. 18,000 ഉണ്ട്. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഡിസലവൻസിലായിരുന്നു വരേണ്ടിയിരുന്നത്. ഇവിടെ വരേണ്ടിയിരുന്നത് സോറി ഇവിടെ വരേണ്ടായിരുന്നു ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് കുറച്ചതായിരുന്നു, കുറയ്ക്കാൻ പാടില്ലായിരുന്നു. അത് വേണമെങ്കിൽ വർക്കിംഗ് നോട്ട് 6 കാണിച്ചിട്ട് അത് എത്രയായിരുന്നു? അത് 9,500 അല്ലേ? 9,500. ഓക്കെ, ഇനി വേറെ വല്ലതും വിട്ടുപോയതായിട്ട് നമ്മളോ? സാലറി എടുത്തു, പേ ടു ബ്രദർ, ഹോൾ എമൗണ്ട്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എടുത്തു 24, ഇതെടുത്തു, അതർ എക്സ്പെൻസ് 2,000 എടുത്തു, ഡിപ്രീസിയേഷൻ 1,20 എടുത്തു. എല്ലാം എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, പോസ്റ്റേജ്, ടെലിഗ്രാം ഒക്കെ എടുത്തു. എല്ലാം എടുത്തില്ലേ? ഐ തിങ്ക് ഇറ്റ്സ് 100% ടേക്കൺ. ഇനി ചെക്ക് ചെയ്യാനാണെങ്കിൽ എല്ലാം കഴിഞ്ഞു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെക്കാട്ടും കൂടുതലിനൊന്നും ഇല്ല. 1,20 പ്ലസ് 9,000. യെസ്. ക്ലോസിംഗ് സ്റ്റോക്ക് 18. യെസ്. ഇനി ഇവിടെ വരേണ്ടിയിരുന്നത് F107 വരെ വരണമായിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പം ഇത്രയും ഡിസലവൻസസിൻ്റെ എല്ലാം എടുത്തു. ആഡ് ഇത് ലെസ് ചെയ്യേണ്ട സാധനമാണ്. ഓക്കെ, ഫോർമുല ഒന്ന് കറക്റ്റാണ്, ജസ്റ്റ് നെഗറ്റീവ് ഇട്ടു എന്നുള്ളൂ. ഇപ്പോൾ PGBP പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ് കണ്ടുപിടിക്കാലോ. ഈക്വൽസ് സം ഓഫ് അല്ലേ? അപ്പോൾ 4,27,300 മൈനസ് 3,000 കറക്റ്റ്, പ്ലസ് ഡിസലവൻസസ് എല്ലാം ആഡ് ചെയ്യുക, മൈനസ് ഡിഡക്ഷൻസ് അലൗഡ് ബട്ട് നോട്ട് ടേക്കൺ കുറയ്ക്കുക, ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം ആഡ് ചെയ്യുക. കറക്റ്റ് അല്ലേ? ഇത്രയും വന്നു കഴിഞ്ഞാൽ 4,56,300 ആണ് നമ്മുടെ PGBP ഇൻകം വരുന്നത് ഇൻ നോർമൽ പ്രൊവിഷൻസ്. ഇനി പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എടുക്കുകയാണെങ്കിലോ PGBP ഇൻകം അല്ലേ കണ്ടുപിടിക്കാൻ പറയാം? ടോട്ടൽ ഇൻകം അല്ലല്ലോ. ടോട്ടൽ ഇൻകം അല്ലാന്ന് തോന്നുന്നത്. ടോട്ടൽ ഇൻകം അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഡൊണേഷൻ്റെ ATG ഒന്നും കാണിക്കണ്ട. PGBP മാത്രമേ കാണിക്കാവുള്ളൂ. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. നോ പ്രോബ്ലം. ഇനി എവിടെ ഇപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓർ ബിസിനസ് അങ്ങനെയല്ലേ? ഇനി ഇങ്ങനെ ഹെഡിങ് കൊടുക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഫ്രം ബിസിനസ് ഓഫ് മിസ്റ്റർ ആരാണോ അത്
as under section 44 AD presumptive taxation for the assessment year 2023-24. ഇവിടെയാണ് സിമ്പിൾ ആണ്. ടോട്ടൽ ടേൺ ഓവർ എടുക്കുക. ടേൺ ഓവർ എത്രയാണ്? 85 ലക്ഷം എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. 85 ലക്ഷം അല്ലേ? 85 ലക്ഷം. 85 ലക്ഷം ടോട്ടൽ ടേൺ ഓവർ. 85 lakhs. അതിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 8% പൊതുവെ വരിക. പക്ഷെ നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ബാങ്കിങ് ട്രാൻസാക്ഷൻസിൽ കൂടെയാണ്, അക്കൗണ്ട് പേ ചെക്കിൽ കൂടെ എല്ലാം മേടിച്ചെന്നല്ല പറയുന്നത്. 6% വരിക. സോ ടാക്സബിൾ ഇൻകം വുഡ് ബി 8,50,000 6% വിൽ ബി 5,10,000. ഇയാളപ്പോൾ ഏത് മോഡ് എടുക്കും? ഇതെടുക്കോ നോർമൽ എടുക്കും. 4,56,000 ജനറൽ എടുക്കും. 4,56,000 ലാഭം. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എടുക്കില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒരു ലൈനും കൂടെ എഴുതി ക്ലോസ് ചെയ്യുക. ദറ്റ് PGBP ഇൻകം ഫോർ മിസ്റ്റർ സോ ആൻഡ് സോ ഫോർ ദി അസസ്മെന്റ് ഇയർ 2023 ഇസ് 1 rupees 4,56,300 as per general provisions from section 30 to 43B. എല്ലാ ഡിസലവൻസും ഡിഡക്ഷൻസും നോക്കിയിട്ട്. 2 as per section 44 AD presumptive taxation is 5,10,000. Hence അടുത്ത ലൈനിൽ ചെയ്താൽ we advise Mr. So to take 4,56,300 as their total income and pay tax for the same. Okay, total income അല്ല, PGBP income and pay tax for the same. മനസ്സിലായോ? That's it. അത്രേ ഉള്ളൂ. അതോടെ we have completed the entire set of questions from കഴിഞ്ഞ ടേമിലെ ജൂൺ 2023 ടേമിലെ സിലബസ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ. ഇതേപോലെ ഞാൻ സിലബസ് 2016 ഇടാം ഫോർ ഡയറക്ട് ടാക്സ് ആൻഡ് GST. ഓക്കെ, 2022 GST ഇടാം. യെസ്. സോ ടിൽ ദെൻ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റഡി വെൽ and all the best for your examinations. This is Nishanth Reghunath signing off from KYDU. Tata and bye.